കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യ പ്രഭാഷണം നടത്തും. السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله. اللهم صل
يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ആദരവ് നിറഞ്ഞ നമ്മുടെ വേദിയിൽ ദുആ നടത്തി അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഹാജി ഉസ്താദ്, നമ്മുടെ ഉള്ളാൾ നാടിൻ്റെയും ദർഗാ കമ്മിറ്റിയുടെയും സദസ്സിൻ്റെയും അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹനീഫ ഹാജി, ജനറൽ സെക്രട്ടറി ശിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ് അടക്കം ജമാഅത്ത് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയും ആദരണീയരായ നേതാക്കളെ, ഏറെ ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, കണച്ചൂർ ഹാജി അടക്കമുള്ള ഉമറാക്കളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ഉറൂസ് മുബാറക്കിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു മഹാനായ മദനി തങ്ങളുടെയും അവിടുത്തെ ഉസൂൽ ഫുറൂ എല്ലാ മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മഹാന്മാരുടെ ഓരം പറ്റി അവർക്ക് ഖിദ്മത്തിലായി അവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, ഉറൂസിന്റെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, മഹാനായ മദനി തങ്ങളെ ഇഖ്ലാസോടെ സിയാറത്തിനെത്തിയ സായിരീങ്ങൾ, നമ്മയെല്ലാം അല്ലാഹു തആല നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖിദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ്സു നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളടക്കം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ബാബ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളടക്കം ഇവിടെ മറവിട്ട് കിടക്കുന്ന പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്ന എല്ലാ മഹാന്മാരുടെയും ഹുളൂർ കൊണ്ട് അല്ലാഹു തആല അവരുടെ മദദ് നൽകി അല്ലാഹു തആല നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. അഭിവന്ദരായ അബ്ദുൽ ഖാദിർ ഹാജി ഉസ്താദ് അവർകൾ അല്ലാഹു ചെറിയ ക്ഷീണുണ്ട്, അല്ലാഹു തആല നല്ല ആഫിയത്ത് നൽകി ഈ ഉമ്മത്തിനെ നയിക്കാൻ നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ
തങ്ങൾ വിശ്രമിച്ച, തങ്ങൾ താമസിച്ച റൂമിലേക്ക് തബറുക്കിന് വേണ്ടി കയറിയപ്പോൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവർ ദർസ് നടത്തിയ സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഞാൻ എൻ്റെ കവിള് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്ത് വെച്ച് ബർക്കത്തെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇആനത്തിലുള്ള ബൈത്ത് ചൊല്ലി. അത്രയും വലിയ ഈ നാട് മുഴുവനും, ഈ നാടിന്റെ പരിസരങ്ങളും ഒരു കാലഘട്ടം അങ്ങനെ തന്നെ ഇൽമു കൊണ്ട് പ്രഭാപൂരിതമാക്കിയ മഹാനായ താജുൽ ഉലമ, അള്ളാഹു തആല അവിടത്തേക്കൊക്കെ ദറജയേറ്റിയവരൊക്കെ പൊരുത്തവും പിടുത്തവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക കുടുംബജീവിതം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ വിഭാഗമായ മനുഷ്യരിലാണ് അല്ലാഹു തആല നമ്മെ പടച്ചത്. മനുഷ്യകുലത്തിന് മലക്കുകളെക്കാൾ ബഹുമാനമുണ്ട്. കാരണം അത് നമ്മുടെ ബഹുമാനമല്ല. അഫ്ളലുൽ മഖ്ലൂഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്, സാധാരണക്കാരനല്ലെങ്കിലും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, നിശ്ചയം ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. ഇന്നീ ലസ്തു കഹൈഅതികും, നിശ്ചയം ഞാൻ നിങ്ങളെ കോലത്തിലുമല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ പോലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. സാധാരണക്കാരനെങ്കിലും അല്ലെങ്കിലും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തിന് മറ്റെല്ലാ ജീവികളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകിയിട്ടുണ്ട്. ആ നൽകപ്പെട്ട മനുഷ്യരിലാണ് നമ്മളുമുള്ളത്. അത് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആ മനുഷ്യന്റെ പ്രത്യേകതയാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. മറ്റ് നമ്മൾ കാണുന്ന ജീവികളിലൊന്നും കുടുംബജീവിതത്തിന്റെ ഒരു ബഹുമാനം കാണാറില്ല. കോഴിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഉള്ളാളവും കർണാടകയിലൊക്കെ കോഴിയുണ്ടോ? കോഴി മുട്ടയിട്ട് അടയിരുന്ന് കുട്ടികളെ ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ തൊലിക്കാൻ വെക്കുക എന്ന് പറയും, കാപ്പിൽ കിടക്കുക എന്ന് പറയും. അങ്ങനെ നാട്ടിലുള്ള ഭാഷയാണ്. അങ്ങനെ കുഞ്ഞ് വിരിഞ്ഞാൽ ആ കുഞ്ഞ് വിരിഞ്ഞ സ്ഥലത്തേക്ക് ആ കോഴിക്കോ കുട്ടികൾക്കോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തന്നെ പോകാൻ അധികം പേടിയാണ്. അത്ര ഡേഞ്ചറിലായിരിക്കും തള്ളക്കോഴി. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന കൈക്ക് തന്നെ കൊത്താൻ സാധ്യതയുണ്ട്. ആ കുട്ടികളുടെ അത്രമാത്രം അവരെ കെയർ ചെയ്ത് തള്ളക്കോഴി കുട്ടികളെ സംരക്ഷിക്കും. അത്രമാത്രം കുട്ടികളെ സൂക്ഷിക്കും, കാവലിരിക്കും, ശബ്ദമുണ്ടാക്കും, പേടിപ്പിക്കും. ഒരു സിംഹത്തിന്റെ ഭാവം കാണിക്കും ആരെങ്കിലും ആക്രമിക്കാൻ പോയാൽ. അതേ കോഴി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ കോഴി കുട്ടികളെ കൊത്തിയകറ്റും. കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോഴിയുടെ മക്കളെ തന്നെ വേണമെങ്കിൽ ഭർത്താവായി സ്വീകരിക്കും. അതാണ് കോഴിയുടെ സ്വഭാവം. പിന്നെ മറ്റു കുട്ടികളെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു ജീവിയെ ഉദാഹരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു പ്രത്യേകതയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ചേർന്ന് നിൽക്കുമ്പോൾ ആനന്ദമുണ്ടാകുന്നത്, കൂടിയിരിക്കുമ്പോൾ മനസ്സിന് റാഹത്തുണ്ടാകുന്നതിനാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും, ഒരാൾ എത്രമാത്രം ഞാൻ ആനന്ദത്തിലാണ് എന്ന് ഒറ്റക്കുള്ള ജീവിതത്തിൽ പറഞ്ഞാലും അത് അപൂർണമായ വാക്കാണ്. എന്തുകൊണ്ട്? സാമ്പത്തികമായി നല്ല ഉയർച്ചയുണ്ട്, നല്ല വീടുണ്ട്, വാഹനമുണ്ട്, താമസ സൗകര്യങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല എന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിന് ഭൗതികമായ നോട്ടമനുസരിച്ച് പവറില്ല. മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം
ഇങ്ങോട്ട് കേട്ടിട്ടില്ലെങ്കിലും സ്വലാത്തും സലാമും കുറക്കരുത്. മഹാനായ അബുൽ ബസർ സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. ഭൂമിയിൽ സൃഷ്ടിക്കാനാണ് ഉദ്ദേശമെന്ന് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞതാണ്. ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ. പക്ഷെ സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് ഒരാശ വരാനുള്ളതായിരിക്കാം. ഏതായാലും സ്വർഗമെന്ന് പറഞ്ഞാൽ തന്നെ അനുഭൂതിദായകമാണ്. സ്വർഗം കണ്ടവർ നമ്മുടെ കൂട്ടത്തിലൊന്നുമില്ല. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഇടമാണ് സ്വർഗം. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറാ. പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട. പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. അത്ര സൗഭാഗ്യം. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസമുണ്ട്. താല്പര്യപ്പെടുന്ന ഫ്രൂട്ട്സുകൾ എമ്പാടുമുണ്ട്. ഇഷ്ടം പോലെ ജീവിക്കാനും ഇഷ്ടം പോലെ ഭക്ഷിക്കാനും എല്ലാ സൗകര്യങ്ങളുമുള്ള ആനന്ദത്തിന്റെ പറുദീസയാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിലാണ് ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. പക്ഷെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിലുള്ള ജീവിതം തന്നെ ഒരു റാഹത്ത് തോന്നുന്നില്ല. പൂർണ്ണമായ റാഹത്തിൽ കമാലിയത്ത് കിട്ടുന്നില്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറങ്ങുന്ന സമയത്ത് അവിടത്തെ വളഞ്ഞ വാരിയെല്ലെടുത്തിട്ട് മഹദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയാകുന്ന നമ്മുടെ ഉമ്മാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കല്യാണം കഴിച്ചു കൊടുത്തപ്പോഴാണ് സ്വർഗത്തിൽ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന് ഒരു വല്ലാത്ത അർത്ഥം കാണുന്നത്, സന്തോഷം പൂർണ്ണമാകുന്നത്. ഏറ്റവും വലിയ സ്വർഗം, സന്തോഷമുള്ള സ്വർഗം, ആ സ്വർഗത്തിൽ തന്നെ ജീവിതം റാഹത്തായത് സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇണയെ കിട്ടിയപ്പോഴാണ് എന്ന് ചുരുക്കം. പിന്നെ ദുനിയാവിന്റെ കാര്യം പറയാനുണ്ടോ? ദുനിയാവിന്റെ സങ്കടവും ദുനിയാവിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം വരുന്നിടത്ത് ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മക്കളും കുടുംബവും ഏറ്റവും വലിയ സന്തോഷം നൽകുന്നതും ഏറ്റവും നല്ല ഇമ്പം നൽകുന്നതുമാണ് കുടുംബം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കുടുംബ ജീവിതമുണ്ട്. ഇന്ന് പല വീടുകളിലും വലിയ പ്രതിസന്ധിയാണ്. പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നുന്നില്ലെങ്കിലും വഅദ് കേൾക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്കെല്ലാം നല്ല കുടുംബജീവിതം നൽകട്ടെ. സയ്യിദ് മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ അള്ളാഹു യോജിപ്പിച്ചു തരട്ടെ. ഞാൻ ഈ അടുത്തല്ല റബീഉൽ അവ്വൽ UAE നമ്മുടെ ICF-ന്റെയും KCF-ന്റെയും ഒക്കെ പരിപാടിക്ക് സാധാരണ പോകാറുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഷാർജയിൽ ഒരു വഅദ് കഴിഞ്ഞ് മദ്ഹുർ റസൂൽ വഅദ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ എന്തായാലും വഅദ് പറഞ്ഞ ഉസ്താദിനെ ഒന്ന് കാണാൻ നിൽക്കുമല്ലോ. ആ കൂട്ടത്തിൽ ഒരല്പം പ്രായമുള്ള ഒരു 55 വയസ്സുള്ള എനിക്ക് മുഖപരിചയമുള്ള ഒരാൾ ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇയാൾക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്, ഉസ്താദിനോടൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, കുറെ ആളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞതായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇയാള് പറഞ്ഞു, ഇദ്ദേഹം മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റന്നാൾ നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്നത്
ഭാര്യയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനാണ്. അത് തീർക്കാൻ വേണ്ടി പോവാണ്, ഫിറാഖിന് വേണ്ടി പോവാണ്, ത്വലാഖിന് വേണ്ടി പോവാണ്. ഉസ്താദ് ദ്വാരക്കണം. ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിപ്പോ ലൈവ് കുറെ ഉള്ളതുകൊണ്ട് അവരും കൂടെ കേട്ടുകൂടാന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അവരോട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹലാലായ വിഷയങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ളത് ത്വലാഖാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നതാണ്. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസ്സൗജി. സിഹറിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞതാണ് ഭർത്താവിനെയും ഭാര്യയെയും അകറ്റാൻ ഉള്ള പഠനം. സിഹർ അല്ലാഹു തആല സാഹിര്യങ്ങൾ തുടങ്ങി നമുക്ക് രക്ഷ നൽകട്ടെ. ഭാര്യയും ഭർത്താവിനെയും അകറ്റുക എന്നുള്ളതും അകലുക എന്നുള്ളതും അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ്. ആ സംഗതിക്ക് പോകുമ്പോൾ ഞാൻ എന്തിനാണ് ദ്വാരക്കേണ്ടത്? പ്രശ്നമുണ്ട്, യോജിപ്പിലാകാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞാലല്ലേ ദ്വാരക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഉസ്താദേ, എനിക്ക് 1.5 വയസ്സുള്ള ഒരു പൊന്നു മകളുണ്ട്. 3-4 വർഷമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇവിടെ തന്നെ 1-2 തവണ വിസിറ്റിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. എന്റെ ഭാര്യയോടും എന്റെ മകളോടും എനിക്കൊരു വിഷമവുമില്ല. എനിക്കിപ്പോഴും പൂർണ്ണ സന്തോഷമാണ്. അവളോട് നല്ല സ്നേഹമാണ്. പക്ഷെ അവള് പറയുന്ന എന്റെ കൂടെ താമസിക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നാണ് അവള് പറയുന്നത്. ഒരു കാരണവശാൽ എന്റെ കൂടെ താമസിക്കൂല, അതുകൊണ്ട് നിർബന്ധമായും ത്വലാഖ് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് വക്കീല് മുഖേന ത്വലാഖ് കൊടുക്കുകയാണ്. എനിക്കിത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ സംഘടനയോ ജമാഅത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നാട്ടിലോ ഇതുമായി സംസാരിക്കാൻ പറ്റിയ ഒരു മസ്ലഹത്തിന് പറ്റിയ ഒരു ടീമൊന്നും ഇല്ലേ? അയാൾ പറഞ്ഞു കുറെ സിറ്റിംഗ് കഴിഞ്ഞു. ജമാഅത്ത് കമ്മിറ്റിയും സംഘടനകളും ഉസ്താദുമാരും പലരും സംസാരിച്ചു. എന്താണ് എന്റെ പ്രശ്നം എന്ന് അവള് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ അടുക്കൽ എന്താണ് പോരായ്മ എന്നവള് പറഞ്ഞിരുന്നെങ്കിൽ അത് തിരുത്താൻ ഞാൻ 1000 വട്ടം തയ്യാറാണ്. എന്റെ അടുക്കൽ എന്റെ കൂടെ ജീവിക്കാൻ ഇന്ന പ്രശ്നമാണുള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തിരുത്താൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ അയ്ബോ എന്റെ ഒരു കുറവോള് പറയുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് ഒരാളോടും അവള് പറയുന്നില്ല. എന്റെ കൂടെ താമസിക്കാൻ പറ്റൂല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ദ്വാരക്കണം. മറ്റന്നാള് നാട്ടിൽ പോവുകയാണ്. വക്കീല് മുഖനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. സുബ്ഹാന ജല്ല ജലാലു. ഞാനൊരു വലിയ വാദ പറയുന്ന ആളായിട്ട് പറഞ്ഞതല്ല. എന്റെ അടുക്കൽ ഒരു സദസ്സെന്ന് കിട്ടിയ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനത്തെ 100 കണക്കിന് പറയാനുണ്ടാകും. ഇവിടത്തെ ജമാഅത്ത് കമ്മിറ്റിക്ക് ഉണ്ടാകും, ഇവിടത്തെ മറ്റ് പല മഹല്ല് കമ്മിറ്റിക്കും ഉണ്ടാകും, ഇവിടെയുള്ള ഉസ്താദുമാർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. എത്രയോ വീടുകളിൽ പ്രശ്നം നടക്കുകയാണ്, എത്രയോ വീടുകളിൽ ഫിറാഖ് നടക്കുകയാണ്. ഇനി ത്വലാഖ് നടന്നിട്ടില്ലെങ്കിലും ഭാര്യയും ഭർത്താവുമായി തന്നെ ജീവിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് ഒന്നിച്ചിട്ട് ഭാര്യയും ഭർത്താവും കിടന്നിട്ട് നാളുകൾ എത്രയോ ആയിട്ടുണ്ട്. എത്രയോ കാലങ്ങളായി 2 റൂമിൽ താമസിക്കുകയാണ്. ഉപ്പയും ഉമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട്, ചീത്ത വിളിക്കുന്നത് കണ്ടിട്ട് വളരുന്ന മക്കളുടെ മാനസികാവസ്ഥ ആലോചിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് ഖൈറായ കുടുംബജീവിതം നൽകട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഖൈറായ കുടുംബജീവിതം കിട്ടാൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൽപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് പിരിയാകുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദ് എത്തും. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും റാഹത്തും നൽകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കുടുംബജീവിതം, ഇസ്ലാമിക കുടുംബജീവിതം. നമ്മളെല്ലാവരും കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, ഉമ്മ, ബാപ്പ, മക്കള്, സഹോദര എല്ലാം കൂടിയതാണല്ലോ. പറ്റുന്നിടത്ത് വരെ നമുക്ക് എത്താം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാള് പരാതിയുമായിട്ട് വരികയാണ്. എന്താ പരാതി എന്ന് പറയൂ? അമീറുൽ മുഅ്മിനീൻ, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ.
ഞാൻ പറയണത് എന്റെ മകൻ കേൾക്കുന്നില്ല എന്നൊരു ബാപ്പ പറയുന്നതിനേക്കാൾ ആ ബാപ്പയുടെ കൽബ് തകർന്ന വേറൊരു സംഗതിയുമില്ല. അതുകൊണ്ട് മക്കളോട് ഞാൻ പറയണം, മക്കളെ നമ്മളെ എത്ര പറക്കുന്ന പൈസക്കാരനായാലും എത്രമാത്രം ഭൗതികമായ ഉന്നത സ്ഥാനത്തുള്ള ആളായാലും എന്ത് വലിയ ഭൗതികമായും ആത്മീയമായും ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും ഉമ്മയുടെയും ബാപ്പയുടെയും കൽബ് നിങ്ങളെ വാക്കുകൊണ്ട്, നിങ്ങളെ ഇടപെടൽ കൊണ്ട്, നിങ്ങളെ സംസാരം കൊണ്ട്, നിങ്ങളുടെ നോട്ടം കൊണ്ട് അവരുടെ കൽബ് വേദനിച്ചു പോയാൽ നിങ്ങൾക്ക് നരകത്തിന് നല്ല ചാൻസ് കാണുന്നുണ്ട്. വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഉമ്മാമാപ്പമാരെ നന്നായി ബഹുമാനിക്കുന്ന മക്കളാകട്ടെ, ഒരു മകനെ പറ്റിയിട്ട് ബാപ്പ പരാതി പറയാണ്, അമീറുൽ മോമിനീൻ എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നല്ല, നിങ്ങളുടെ ബാപ്പ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുസരിക്കുന്നില്ല എന്നാണ് പറയുന്നത്, അനുസരണക്കേട് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചെറുപ്പക്കാരനായ മകൻ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ, ഒരു ബാപ്പക്ക് മക്കളോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? ഒരു ബാപ്പക്ക് മക്കളോടുള്ള കടപ്പാട്, ബാധ്യത എന്തൊക്കെയാണ്? ഒരു മറുചോദ്യം ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് പറഞ്ഞു, മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3 ബാധ്യത, ഒരു ഹദീസിലുള്ള 3 ബാധ്യത. ഒന്ന്, മക്കൾക്ക് നല്ല ഉമ്മയെ കൊടുക്കണം എന്നാണ്. പിന്നൊന്ന്, മക്കൾക്ക് നല്ല പേരിടണം എന്നാണ്. മൂന്നാമത്തത്, മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണമെന്നാണ്. ഒന്നാമത്താണ് നമ്മുടെ വിഷയം, മറ്റത് ഞാൻ ഇടപെടുന്നില്ല. മക്കൾക്ക് നല്ല ഉമ്മയെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉള്ളാളത്ത് റൂസ് നടക്കുക, മക്കളെയും കൂട്ടിയിട്ട് നേരെ വരിക. അങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ കണ്ടയിൽ ഏറ്റവും നല്ലൊരു ഉമ്മാനെ വാങ്ങിയിട്ട് മക്കൾക്ക് കൊടുക്കണോന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കണോ, മംഗലം കഴിക്കുമ്പോൾ ആലോചിക്കണോ, അല്ലാതെ മക്കളായതിനു ശേഷം ഉമ്മാനെ വാങ്ങി കൊടുക്കുന്ന പരിപാടിയല്ല. നല്ല ഉമ്മയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതത്തിന്റെ ആമുഖം തന്നെ ശ്രദ്ധിക്കണോ. കുടുംബജീവിതം നേരെയാകണമെങ്കിൽ വൈവാഹിക ജീവിതത്തിന്റെ, നിക്കാഹിന്റെ ജീവിതത്തിന്റെ ആമുഖം തന്നെ നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നല്ല പെണ്ണിൽ നിന്നാണ് നല്ല മക്കൾ ഉണ്ടാവുക, നല്ല ബാപ്പയിൽ നിന്നാണ് നല്ല മകൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മകൾക്ക് മണവാളനെ തെരഞ്ഞെടുക്കുമ്പോഴും മകന് മണവാട്ടിയെ തെരഞ്ഞെടുക്കുമ്പോഴും നല്ല മതബോധമുള്ളവരെ തെരഞ്ഞെടുക്കണേ രക്ഷിതാക്കളെ. ചില പ്രായമുള്ള ആളുകൾക്ക് തോന്നും, അല്ലാ ഇനിയിപ്പോ ഉസ്താദെ നമ്മളിപ്പോ ഇനി കെട്ടിയിട്ട് പുതിയ മക്കൾ ഉണ്ടാകലും നടക്കൂല എന്ന് മാത്രമല്ല, ഇപ്പൊ കെട്ടല് നടക്കുകയും ചെയ്യില്ല. ഇനിയിപ്പോ നമ്മളിത് കേട്ടിട്ട് എന്താ കാര്യം ആലോചിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മക്കളെ കെട്ടിക്കുമ്പോൾ ആലോചിക്കാന്ന്. ഇനിയിപ്പോ വേറെ വഴിയില്ല. ഇനിയിപ്പോ ഉള്ള ഭാര്യ നല്ല റാഹത്തിലാകാൻ വേണ്ടി ദ്വാരക്കുക. പിന്നെ നമ്മളൊരു കാര്യം, നമ്മുടെ ഭാര്യയുടെ അത്ര നല്ല ആളുകൾ, നമ്മുടെ ഭാര്യയുടെ സ്വഭാവം, നമ്മുടെ ഭാര്യയുടെ ഇടപെടൽ വളരെ മഹത്വമുള്ളതാണെന്ന് നമ്മൾ തീരുമാനിക്കുകയും നമ്മളെടുക്കലാണ് മിസ്റ്റേക്ക് എന്ന് ചിന്തിക്കുകയും ചെയ്താൽ കുടുംബജീവിതത്തിന്റെ ഏകദേശ പ്രശ്നങ്ങളും തീരും. അതുപോലെ ഭർത്താവിന്റെ സ്വഭാവം നല്ലതാണ് എന്നും എന്റെ ഭർത്താവ് നല്ലവനാണെന്നും ഞാനാണ് ഇടക്കിടക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് എന്ന് ഭാര്യയും ചിന്തിച്ചാൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏകദേശം തീരും. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞത്, കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല ദീനുള്ള പെണ്ണെ തെരഞ്ഞെടുക്കണം. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ. പെണ്ണിനെ കെട്ടലുണ്ട് അവളുടെ സ്റ്റൈല് നോക്കിയിട്ട്, പെൺകുട്ടികളെ സ്റ്റൈല് നോക്കിയിട്ട്. ഞാനത് വിശദീകരിക്കണില്ല. സ്റ്റൈല് നോക്കിയിട്ട് കെട്ടലുണ്ട്. പിന്നെയോ അവലൻ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്. പിന്നെ സ്ത്രീധനം വാങ്ങുന്ന പരിപാടി ഒന്നും എവിടെയില്ല, കേരളത്തിൽ എവിടെയില്ല, എവിടെ ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ. അപ്പൊ സ്ത്രീധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തേക്ക് അങ്ങോട്ട് പോണില്ല. പക്ഷെ എന്നാലും ഉണ്ട്, ചില ആളുകൾ പറയും, ഞങ്ങളെ ആ ഭാഗത്തൊക്കെ പറയും, നീ ഒന്നും വാങ്ങും പറയൊന്നും വേണ്ട, എന്നാലും പെങ്ങൾക്ക് കൊടുത്ത പോലെങ്കിലും വാങ്ങണമെന്ന് പറയും. പെങ്ങൾക്ക് കൊടുത്തത് 100 പവന. സുബ്ഹാന ജല്ല ജലാ. ഇന്നത്തെ വില എത്രയെന്നറിയോ? ഞാൻ പറയണില്ല.
അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട്. ഏതായാലും സമ്പത്ത് നോക്കിയിട്ടും സ്റ്റൈല് നോക്കിയിട്ടും കുടുംബ മഹിമ നോക്കിയിട്ടും പെണ്ണിനെ കെട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറയാണ് വലിദീനിഹ, മതബോധം നോക്കി കല്യാണം കഴിക്കലുണ്ട്. പെണ്ണിന്റെ ബാപ്പയെ സംബന്ധിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ അമ്മോശങ്കയാകാൻ പോകുന്നയാള് സുബഹിക്ക് പള്ളിയിലെത്തുന്ന ആളാണ്. പള്ളിയിലെ ഉസ്താദുമാരോട് ചോദിക്കുമ്പോൾ ആൺകുട്ടികളെയും കൂട്ടിയിട്ട് ഈ പെണ്ണിന്റെ വാപ്പ എല്ലാ സുബഹിക്കും പള്ളിയിലെത്താറുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ കുടുംബത്തിൽ സുബഹിയുടെ സമയത്ത് വിളക്ക് കത്തുന്ന വീടാണെന്ന് മനസ്സിലാകും, തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടാണെന്ന് മനസ്സിലാകും. ഇവിടെ കണ്ണൂർ ജില്ലയില് ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോയി, പെണ്ണന്വേഷിച്ചു പോയി. എന്നോട് അവൻ തന്നെ പറഞ്ഞതാ. അങ്ങനെ വഴിയിൽ ഇങ്ങനെ പോകണ വണ്ടിയിലെടുത്ത് പോകുമ്പോ ആ നാട്ടിന്റെ അടുത്ത് എത്തിയപ്പോ അവന്റെ ഒരു സുഹൃത്തിനെയും കുറച്ച് കൂട്ടുകാരെയും കണ്ടു. സുഹൃത്തിന്റെ കുറച്ച് കൂട്ടുകാരും. അപ്പൊ നിങ്ങൾ എവിടെയാ പോകുന്നത്? അപ്പൊ നമ്മളിങ്ങനെ ഇവിടുത്തെ ഒരു പെൺകുട്ടിനായിട്ട് വിഷയം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്കുള്ള ചർച്ചക്ക് വന്നു. അപ്പൊ ഈ കൂട്ടുകാർ പറഞ്ഞോലും, നീ വെറുതെ കെട്ടിയിട്ട് കുടുങ്ങണ്ട, 4 മണിക്ക് ശേഷം നിനക്ക് ഉറങ്ങാൻ കഴിയൂല. നിനക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ഭാഷ എന്നറിയില്ല. 4 മണിക്കില്ലാന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടാണ്. അപ്പൊ എനിക്ക് ഉറക്കുണ്ടാവൂല, അവിടെ നീ കെട്ടണ്ട. അതുകൊണ്ടാ തങ്ങൾ കൂട്ടുകാരെ നല്ലവരെ തെരഞ്ഞെടുക്കണോന്ന് പറഞ്ഞ അൽ മർഉ അലാ ദീനി ഖലീലിഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല ഉപദേശം തരുന്ന നല്ല കൂട്ടുകാർ വേണം. ഓന്റെ ദീനനുസരിച്ചിട്ടാണ് നിന്റെ ദീനും കൂടെ തൂക്കുക. അതുകൊണ്ട് നല്ലവരോട് കൂടെ ചേരാൻ വേണ്ടി അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ പറഞ്ഞത് നല്ല വീട്, ദീനുള്ള മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത് പറയല് മാത്രല്ല, തങ്ങൾ അങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്. എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, മകൾക്ക് ഞാൻ പുതിയാപ്പിളിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി, കുറേ അന്വേഷിച്ച് കിട്ടണേ ഇല്ല, ഇനിയിപ്പോ ഒരു മൊയിലാരായാലും മദീന ഞാൻ വിചാരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. മനസ്സിലായില്ല? വീട്ടിന്റെ എല്ലാം പണിയെടുക്കണുണ്ട്, ജോലിക്കാരനും കിട്ടണില്ല, ഇനിയിപ്പോ ഒരു ബംഗാളി ആയാലും മതി എന്ന് പറഞ്ഞ പോലെ പറയാണ്. ഇനിയിപ്പോ ഒരു മൊയിലാരായാലും മതി എന്നാ ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു, മദ്രസയെല്ലാം മൊയിലാന്മാരെ നല്ല ആളെ കിട്ടായിട്ട് ആകെ പ്രതിസന്ധിയിലാണ്, നല്ല ഉസ്താദ്മാരെ കിട്ടണില്ല, അതുകൊണ്ട് കിട്ടുന്ന ആളെ പിടിച്ച് കെട്ടിക്കലാണ് നല്ലത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒന്നെങ്കിൽ ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് ഏതായാലും പറഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല, എടുത്ത് കുറച്ച് മുമ്പത്തെ വർഷം. ഇപ്പോ സയ്യിദ് മദനി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലാഹു തആല നല്ല ആലിമീങ്ങളായി വളരാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും പഠിക്കുന്ന ഉസ്താദുമാർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. അതുകൊണ്ട് തന്നെ മുത്തവ്വൽ അവ്വലും സാനിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ബാക്കിലേക്ക് ഉസ്താദുമാരെടുക്കലേക്ക് ആള് ക്യൂ ആണ്. ഇറങ്ങുമ്പോഴത്തേക്ക് പുതിയാപ്പിളയാക്കാൻ വേണ്ടി. മുത്തമുലാമാർക്ക് മാത്രമല്ല, സാധാരണക്കാരായ നമ്മളെ ചെറുപ്പക്കാർക്കെല്ലാം അല്ലാഹു നല്ല കുടുംബ ജീവിതം നൽകട്ടെ, നല്ല ജീവിതം അല്ലാഹു നൽകട്ടെ. നമ്മളെ വളണ്ടിയർമാരൊക്കെ ധാരാളം ചെറുപ്പക്കാർ അധ്വാനിക്കുന്നുണ്ട്. എല്ലാവർക്കും ഖൈർ പകരം കൊടുക്കണം റഹ്മാനെ. ഏറ്റവും വലിയ നേതൃത്വമാണ്, ഏറ്റവും വലിയ നേതാവാണ്, ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പൊന്നുമകളുണ്ട്, ഫാത്തിമത്തു ബിളഅത്തു മിന്നീ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകർപ്പാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കെട്ടന്വേഷിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കം ധാരാളം വലിയ സൗന്ദര്യമുള്ള സമ്പത്തുള്ള സ്വഹാബികൾ വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിച്ചു കൊടുത്തില്ല. കെട്ടിച്ചു കൊടുത്തത് മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, പാവങ്ങളിൽ പാവപ്പെട്ടവനാണ്, മക്കയിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളാണ്. അതാ ചെറുപ്പകാലത്തിലെ ദീന് കണ്ട ആളാണ്, ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. മദീനയിലെ കാട്ടിൽ പോയി പുല്ല് മുറിച്ചു കൊണ്ടുവന്ന് പശുക്കളുള്ള
അറബികൾക്ക് അല്ലെങ്കിൽ പശുക്കളുള്ള മദീനത്തുള്ള ആളുകൾക്ക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ് കാര്യമായ ഉപജീവന മാർഗം. മറ്റു പലതുമുണ്ട്. ഏതായാലും സാമ്പത്തികമായി വളരെ താഴ്ന്ന ഘടനയിലുള്ള ആളാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. കുട്ടികളിൽ ആദ്യമായി ദീനിലേക്ക് വന്ന മുത്തുനബിന്റെ പോറ്റ് വളർത്തുമകൻ എന്ന് പറയാൻ പറ്റുന്ന, വേറെ നിലക്ക് പറയാൻ പറ്റുന്ന ആളാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹു വന്ന് പെണ്ണന്വേഷിച്ചപ്പോൾ ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവിക്ക് കൊടുക്കാനുള്ള മഹർ നിങ്ങൾ എടുക്കലുണ്ടോ അലിയെ? ഇല്ല നബിയെ, ഞാൻ തങ്ങൾക്ക് കൊണ്ടുപോയി വിറ്റിട്ട് ക്യാഷ് കൊണ്ടുവരൂ. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വിറ്റിട്ട് കിട്ടിയ ദിർഹമുകൾ കൊണ്ടുവന്നിട്ടാണ് വിവാഹ ചെലവും മഹറും ഉണ്ടാക്കിയത്. അത്രയും പാവപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് മദീനയുടെ ചക്രവർത്തിയുടെ, മദീനയിലെ രാജാവിന്റെ പൊന്നുമകളെ കെട്ടിക്കുന്നത്. സുഹൃത്തുക്കളെ, സമ്പത്തില്ലെങ്കിലും ഒരു നിലക്ക് അലി ഇബ്നു അബീ ത്വാലിബ് സമ്പന്നനാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഏറ്റവും വലിയ ധനം ഇൽമല്ലയോ? ഞാൻ ഇൽമിന്റെ പട്ടണമാണ്. അലി റളിയല്ലാഹു അൻഹുവിലേക്കുള്ള ഗേറ്റാണെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പരിശുദ്ധരായ അലി റളിയല്ലാഹു അൻഹുവിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് മതബോധം നോക്കിയിട്ട് കല്യാണം കഴിക്കണം. ചെറിയ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉസ്താദേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ ഒരു മകളെ കല്യാണം കഴിച്ചു. ആ മകൾ വഫാത്തായപ്പോൾ അടുത്ത മകളെയും കെട്ടിച്ചു കൊടുത്തു. ദിന്നൂറൈൻ, രണ്ട് പ്രകാശത്തിന്റെ ഉടമ. വെള്ളിയാഴ്ച ഖതീബ് ഉസ്താദ് വെള്ളിയാഴ്ച ഓതലുണ്ട് സയ്യിദുൽ അഖ്താർ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പുതിയാപ്പിളമാരുടെ നേതാവ് എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഏറ്റവും വലിയ പവർ കിട്ടിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലും വലിയ സമ്പന്നനാണ്, മദീനയിലും വലിയ സമ്പന്നനാണ്. നിങ്ങൾ അലിയഹരി തങ്ങളെ കഥ മാത്രം പറയല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, സമ്പന്നനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തല്ല തങ്ങൾ മകൾക്ക് ഭർത്താവായി തെരഞ്ഞെടുത്തത്. 4-ൽ 3-മനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പകല് സുന്നത്ത് നോമ്പും രാത്രിയിൽ നിന്ന് നിസ്കാരവുമുള്ള ഏറ്റവും നല്ല മുത്തഖിയായ ആബിദായ സ്വഹാബിയാണ് സയ്യിദുനാ ഉസ്മാൻ. മലക്കുകൾ ലജ്ജിച്ചു പോകുന്ന ഹയാ ഉള്ള മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. എന്റെ ചങ്ങാതി സ്വർഗ്ഗത്തിൽ ഉസ്മാൻ തങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദീനാണ് കാര്യമായ വിഷയമെന്നാ ഞാൻ പറഞ്ഞതിരിക്കട്ടെ. മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാമുഖം പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കങ്ങ് പോകാം. കല്യാണ പെണ്ണിനെ കണ്ടെത്തുകയാണ്, കല്യാണ ചെറുക്കനെ കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണ പെണ്ണിനെ കണ്ടെത്തുന്നതും കല്യാണ ചെറുക്കനെ കണ്ടെത്തുന്നൊക്കെ മതബോധം നോക്കി വേണോന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇന്ന് പുതിയ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ നല്ല തരംഗമുള്ള കാലത്ത്, എവിടെയെങ്കിലും ഒരു അധർമ്മം നടന്നാൽ, എവിടെയെങ്കിലും ഒരു വേണ്ടാത്തത് നടന്നാൽ, പഴയ കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പ് അങ്ങനെ ഉള്ളാളത്തൊരു സംഗതി നടന്നാൽ, ഇവിടെ ഒന്ന് നടന്നാൽ അലേക്കലെ തന്നെ അറിയില്ല, തൊക്കോട്ട് അറിയില്ല, മംഗലാപുരത്ത് അറിയില്ല. എന്നാ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഇവിടെ നടക്കുന്നതിനേക്കാൾ അപ്പുറം ഇവിടുത്തെ ആൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറം അറിയും. അത്രയും സ്പീഡിൽ വിഷയങ്ങൾ എത്താൻ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണൽ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ പോയി. ഇപ്പൊ എൻഗേജ്മെന്റ്, ആ സംഗതിക്ക് തന്നെ സുബ്ഹാന ജല്ല ജലാൽ. ഞങ്ങളൊക്കെ നാട്ടില് ഹൈന്ദവ സുഹൃത്തുക്കളുടെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അടുത്ത അമ്പലങ്ങളിൽ നിന്ന് കാണിക്ക കൊണ്ടുവരും. കുറെ ഡ്രസ് ഇട്ട പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാറുണ്ട്. അതുപോലെ കല്യാണ പെണ്ണിനെ അണിയിച്ചൊരുക്കിയിട്ട് അവർക്ക് കൊണ്ടുവന്നിട്ട് മിഠായികൾ, അതിന് തന്നെ ലക്ഷങ്ങളുടെ, ഈ മിഠായി പീഡിയക്കാരുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കണ്ട, അതിനുള്ള ചോക്ലേറ്റ് 10,000-കണക്കിന് 50. ഈ അടുത്തൊരാൾ പറഞ്ഞു 1.5 ലക്ഷം ഉറുപ്പ്യന്റെ ചോക്ലേറ്റ് ആണ്. 1.5 ലക്ഷം ഉറുപ്പ്യന്റെ ചോക്ലേറ്റ് ആണ് മകൻ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന പെണ്ണിന് കൊണ്ടു കൊടുത്തത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളേക്ക് എന്തിനാണ് ഉസ്താദ് ഇന്നാ ലില്ലാഹി ചൊല്ലിയത്?
ഇന്നാലില്ല ചൊല്ലി എന്തിനാ നിങ്ങൾക്ക് തോന്നും? സുബ്ഹാനല്ലാഹ്, എന്റെ പൈസ കൊണ്ട് വാങ്ങിയതല്ല, ഉമ്മത്തിന്റെ പൈസ കൊണ്ടും വാങ്ങിയതല്ല, ഇയാളെ പൈസ കൊണ്ട് തന്നെ വാങ്ങിയതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയന്റെ കാലത്ത് നിങ്ങൾ അത് ചെയ്താൽ അപ്പുറമുള്ളവൻ 1.5 ലക്ഷം പോയിട്ട് 15 ലക്ഷം ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. അതിനു വേണ്ടി തന്നെ അതിനേക്കാളും കൂടുതൽ കടം വാങ്ങാണ്. ലോൺ എടുത്തിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എൻഗേജ്മെന്റ് നടത്തുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വൈവാഹിക ജീവിതത്തിന്റെ ആമുഖം തന്നെ താളം തെറ്റിയാൽ കുടുംബ ജീവിതത്തിന് എന്ത് ഭദ്രതയാണുള്ളത് സഹോദര. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഇനി അവിടെ പോയാൽ പഴയ കാലത്ത് മോതിരൊക്കെ കൊടുക്കലാണ്. ഇപ്പൊ അതെല്ലാം പോയിട്ട് കേക്കെല്ലാം കൊണ്ടുപോയിട്ട് അല്ലെ മിഠായി കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വായിൽ വെച്ചു കൊടുക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇവര് തന്നെ സ്റ്റാറ്റസ് വെക്കാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെയാണ് ഈ ഉമ്മത്ത് എത്തി നിൽക്കുന്നത്? എവിടെയാണ് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടവർ നമ്മളാണ്. ശ്രദ്ധക്കുറവ് ഏറ്റവും കൂടുതൽ ഉള്ളതും നമ്മളിലാണ്. എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത്? സുബ്ഹാന ജല്ല ജലാലു. ഈ അടുത്ത് ചില സംഗതികൾ ചില സ്ഥലത്ത് നടക്കുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞിട്ട് അത് ഈ ഫോൺ വിളിയൊക്കെ ഹലാലാക്കാൻ വേണ്ടി നിക്കാഹ് എന്നാ പറയാം. എന്റെ ഉദ്ദേശം തന്നെ അങ്ങനെയാണ്. ഫോൺ വിളിയെല്ലാം എന്തായാലും നടക്കും. അതുകൊണ്ട് അത് ഹലാലാക്കാൻ വേണ്ടിട്ട് നിക്കാഹ് കഴിച്ചു കൊടുക്കാണ്. സത്യത്തിൽ നിക്കാഹ് കഴിക്കണ കൂടെ തന്നെ ഏത് ഉമ്മയോ ഉപ്പയോ കൂടിയിട്ട് ഈ തസ്ലീമത്തും കൂടെ അങ്ങ് നടത്തിയിരുന്നെങ്കിൽ, ആ ഏൽപ്പിക്കലും കൂടെ അങ്ങ് നടത്തിയിരുന്നെങ്കിൽ സംഗതി വളരെ റാഹത്തായി. അതിന് പിന്നെ വേറെ രണ്ടാമത് മംഗലൊന്നും കഴിക്കണ്ടില്ല. അതിവന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. കുറെ വിളിക്കണം, കുറെ പൊന്നാക്കണം, കുറെ മറ്റേതാക്കണം. എന്നിട്ട് ഈ നിക്കാഹ് കഴിച്ചിട്ട് അവിടെ വെക്കും. 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് നോക്കും കുട്ടിന്റെ ബർത്ത്ഡേ ആവും. പല സ്ഥലങ്ങളിലും നിക്കാഹ് കഴിഞ്ഞു, ഹലാലാണ്, വിഷയങ്ങളൊന്നുമല്ല, ഞാൻ ഹറാം ആക്ഷേപിച്ചു പറയല്ല. പക്ഷേ അധികം ആളുകൾക്കും നിങ്ങളെ മകന്റെ മകളുടെ വിഷയം എന്ന് പറഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ ഉപ്പാനോട് ഉമ്മാനോട് നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് റെഡിയാണെന്ന് മനസ്സിലാവും. നിക്കാഹ് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പാനോടും ഉമ്മാനോടും മകളെ കാര്യം ചോദിച്ചാല് ഉപ്പാക്കും ഉമ്മാക്കും ഒരു ചമ്മല. കാരണം ഓള് പുതിയാപ്പിളിന്റെ അടുത്താണ്, അല്ലെങ്കിൽ പുതിയാപ്പിളിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ. അത് പറയാൻ ഉപ്പക്കും ഉമ്മാക്കും മനസ്സിനൊരു വിഷമമുണ്ട്. എന്തുകൊണ്ട്? നിക്കാഹ് കഴിഞ്ഞ പെണ്ണേം കൂട്ടിട്ട് പോകും. അതാണ് പറഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞ സമയം തന്നെ ഈ സംഗതി അങ്ങനെ തന്നെ നടത്തിയാൽ, ആദ്യം തന്നെ അറ കാണിച്ചാൽ ചടങ്ങ് കഴിച്ചാൽ പിന്നെ സംഗതി തീർന്നില്ലേ? പിന്നെ നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താനാണ് നിക്കാഹ് കഴിച്ചിട്ട് 2 കൊല്ലം 3 കൊല്ലം കാത്തു നിൽക്കുന്നത്? അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. നിക്കാഹ് കഴിക്കുന്നതിന് മിസ്ബാഹി എതിരായി എന്നല്ല പറഞ്ഞത്. നിക്കാഹ് കഴിക്കൽ നല്ലതാണ്. ആ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ അങ്ങ് കഴിച്ചാൽ സംഗതി ക്ലിയറായി എന്നാ പറഞ്ഞത്. അള്ളാഹു തന്നെ നമ്മളെ നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, കൂടുതൽ വിശദീകരിക്കല്ല. ഈ എൻഗേജ്മെന്റ് സംഗതി എല്ലാം കഴിഞ്ഞ് ഒരുപാട് ഹറാമുകൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും കല്യാണം കഴിഞ്ഞു കല്യാണ ദിവസത്തിൽ സുബ്ഹാന ജല്ല ജലാലു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനം വരേണ്ടുന്ന ഒരു ദിവസമാണത്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹററ സുലുസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. നിക്കാഹിന്റെ ഖുതുബിൽ എല്ലാ ഉസ്താദുമാരും ഓതലുണ്ട്. ഒരാൾ ഒരു പെണ്ണ് കെട്ടിയാൽ ദീനിന്റെ 1/2 ഭാഗം സുരക്ഷിതനായി, പിന്നെ 1/1 ഭാഗം അള്ളാനെ പേടിച്ച് ജീവിച്ചവൻ സ്വർഗത്തിൽ കയറിയതിന്റെ അർത്ഥം അവന്റെ ദീന് റെഡിയായി. 1/2 ഭാഗം സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഈ വൈവാഹിക ജീവിതത്തിന്റെ അന്ന് ഇവൻ സുബഹിസ്കരിക്കൂല. ഇവൻ അന്ന് സുബഹിസ്കരിച്ചിട്ടുണ്ടാവില്ല. പുതിയാപ്പിള അന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ സഅദ് നഹ്സ് എന്ന് പറഞ്ഞ 2 സംഗതി ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഉസ്താദുമാരും ഉണ്ടായേക്കാം. അപ്പൊ ഏതായാലും സഅദ് നഹ്സ്. പക്ഷെ സുബഹി നിസ്കരിക്കാത്തവൻ, സുബഹി കളാക്കാത്തവന് നഹ്സാണ് എന്നുള്ളതിൽ തർക്കേ ഇല്ല. സുബഹി ഒരു ദിവസം ഒരുത്തം കളാക്കിയാൽ ഓൻ അന്നത്തെ ദിവസം നഹ്സാണ്. അപ്പൊ കല്യാണത്തിന്റെ ദിവസം സുബഹി കളാക്കിയിട്ടോ കല്യാണ പന്തലിലേക്ക് എന്ത് കത്ത് നിറച്ചാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഓൻ അന്നത്തെ ദിവസം നെഹ്സാണ്. ആ നെഹ്സിലാവും കല്യാണം കഴിക്കും. എന്താ കാരണം അറിയോ? തലേ ദിവസവും ഭയങ്കരമായ പരിപാടികളെല്ലാം കൂടി കഴിഞ്ഞ്, നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നറിയില്ല, ഞാനിത് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുന്നില്ല. പല വീടുകളിൽ ഈ പെണ്ണിനെ ചമയക്കാൻ വേണ്ടി വരുന്ന ആളുകൾ തലേ ദിവസം രാത്രിയാണ് ഇപ്പൊ സാധനം കൊടുക്കുന്നത്. കർണാടകയിൽ എങ്ങനെയാണെന്ന് അറിയില്ല.
അത് രാത്രി 12 മണി 1 മണിയൊക്കെ ആകും ഈ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ. അങ്ങനെ ഉറക്കൊഴിഞ്ഞ് നോക്കുമ്പോ സുബഹിക്ക് 3 മണിക്കല്ല ഉറങ്ങുക. പിന്നെ ഇവിടെ സുബഹി സുബ്ഹാന ജല്ല ജലാലു. പുതിയാപ്പിള മാത്രല്ല അധിക വീട്ടുകാർ, ഞാൻ തമാശക്ക് മാറ്റർ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞല്ല, എന്നെ കേൾക്കുന്നവരോട് നമ്മുടെ വീടുകളിൽ കല്യാണങ്ങൾ നടക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണമെന്നല്ല പറഞ്ഞത്. കല്യാണ വീട്ടിൽ മംഗല വീട്ടിൽ അള്ളാഹനെ മറക്കല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തെ തൊട്ട് നമ്മൾ ഒരിക്കലും അശ്രദ്ധരാകല്ലേ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും നിസ്കാരം പതിവാക്കുന്നവരും കണിശത പുലർത്തുന്നതുമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാല് ആണുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പരിപാടില്ലേ? അല്ലെ, ആണുങ്ങളെ വീട്ടിലല്ലേ താമസിക്കുക. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ അങ്ങനല്ലേ, ഞങ്ങളെ കണ്ണൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ വീട്ടിലാ താമസിക്കുക. അവിടെ അതിനെ കുറിച്ചിട്ട് ഞാനിപ്പം വാള് പറഞ്ഞാൽ നിങ്ങളൊക്കെ വന്ന് അവിടെ കല്യാണം കഴിക്കാൻ രണ്ടാമതൊരു സാധ്യത കാണുന്നതിനാൽ ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അല്ല അറയും സെറ്റപ്പ് എല്ലാം ഉണ്ടാവും കണ്ണൂർ ജില്ലയിൽ. അപ്പോ ഇവിടെ കൂട്ടി വരുന്നത് പോലെ അവിടെ അങ്ങനല്ല. അവിടെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ അഡ്മിറ്റ് ആയാലാണ്. ചില സ്ഥലത്ത് ഭയങ്കര രസമാണ്. പോയാ പിന്നെ അവൻ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ അവൻ ഭാര്യനെല്ലാം കൂട്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ ആരെങ്കിലും മരിക്കണം. എന്നാൽ തന്നെ ഉസ്താദിനോട് മസാലേക്ക്, ഉസ്താദെ ഈ കണ്ണോക്കിന് മുമ്പ് ഭാര്യ വീട്ടിൽ പോയി കൂടാന്നുണ്ടോ എന്ന്. അങ്ങനെയാ, അത്രമാത്രം. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ, രണ്ടാള്. അപ്പൊ ഒരുത്തൻ ഒരാഴ്ചയിൽ 2 തവണയൊക്കെ ഭാര്യ വീട്ടിൽ പോയി. ഞങ്ങളുടെ നാട്ടില് ഭാര്യ വീട്ടിന് വീട് എന്ന് പറയുന്നത് ഭാര്യക്ക് സ്വന്തം പോരക്ക് പോരാന്നാ പറയാ, നാടൻ ഭാഷ. അപ്പം വീട്ടില് ഭാര്യന്റെ വീട്ടില് ആഴ്ചയിൽ 2-3 തവണ പോന്നോനാ. അപ്പം മറ്റവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു, നീ ആഴ്ചക്ക് 2 ഞാൻ 10 ദിവസം കൂടുമ്പോ ഒരിക്കലേ പോകുള്ളൂ. ഭാര്യന്റെ വീട്ടില് 10 ദിവസം കൂടുമ്പോ മാസത്തിൽ 3 തവണയെ പോകുള്ളൂ. അപ്പൊ മറ്റവന് ഭയങ്കര അത്ഭുതം. അവൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കണത്? ഞാൻ ആഴ്ചയിൽ എന്തായാലും 1-2 തവണ പോകുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരിക്കൽ പോയാൽ 10 ദിവസം നിൽക്കുന്നു. മനസ്സിലായില്ല? ആകെ മാസത്തിൽ 3 തവണയെ പോകുള്ളൂ വീട്ടിൽ. ഒരിക്കൽ പോയാൽ 10 ദിവസം നിൽക്കും. ഞാൻ ഫുൾ ടൈം ഭാര്യ വീട്ടിൽ തന്നെയാണ്. നാട്ടിനെ വഷളാക്കി തോന്നണ്ട, ഉള്ള കാര്യം പറഞ്ഞത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഏതായാലും ഒരു അല്പ സ്റ്റൈൽ നിങ്ങളെ നാട്ടിൽ താമസിക്കുന്ന ആണ്. പോട്ടെ, ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ നാട്ടിലെ ഭാഷ അനുസരിച്ച് പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരിക. നമ്മുടെ വീട്ടിലേക്കാണ് പെൺകുട്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആണുങ്ങൾക്ക് ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭാര്യന്റെ വീട്ടിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് പെണ്ണുങ്ങൾക്കാണ് ഉത്തരവാദിത്തം കുറച്ച് കൂടുതൽ. നമ്മൾ കുറച്ചൊന്നും കൂടുതൽ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓരോ വീട്ടിലാണ് ഉള്ളത്. അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല. ഈ പെണ്ണിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ കാര്യമായി അധ്വാനിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമാണ്. അവൾ ഏതോ വീട്ടിൽ താമസിച്ചവളാണ്. ആ പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് നല്ല മനസ്സിന് ധൈര്യവും സന്തോഷവും നൽകേണ്ടത്, ആ കുടുംബജീവിതം താളപ്പിഴവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിനക്കാണുള്ളത്. സഹോദരങ്ങളെ, ഈ 2 വിഷയമാണ് ഇതിലുള്ളത്. ഒന്ന്, ഭർത്താക്കന്മാർ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എന്നാൽ ആ പ്രശ്നം ഇല്ലാണ്ടിരിക്കുക. മറ്റൊന്ന്, ഭാര്യമാർ ഭർത്താക്കന്മാരോട് എങ്ങനെയാ പെരുമാറേണ്ടത്. ഈ 2 ഉള്ളത്. ഒന്ന്, ഭർത്താവ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ. മറ്റൊന്ന്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ. ഞാൻ ആദ്യ ആണുങ്ങളോട് പറയാം, എന്നിട്ട് കേട്ടിട്ട് കഴിച്ചു പോയാലും കുഴപ്പമില്ല. പെണ്ണുങ്ങൾ എന്തായാലും വയല് കഴിയാണ്ട് പോകില്ല. അതുകൊണ്ട് ലാസ്റ്റ് കാര്യം അവരോട് പറയാം. പിന്നെ ആണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. മുമ്പേ നമ്മൾ പണ്ടെല്ലാം വേല കേട്ട് പെണ്ണുങ്ങള് ഭർത്താക്കന്മാര് പറയണ പോലെ കേട്ട് ജീവിക്കേണ്ടവരാണ് പെണ്ണുങ്ങള് എന്ന് പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ട് എന്ന മനുഷ്യന്മാരുണ്ടോ? അതുകൊണ്ട് ആദ്യ ആണുങ്ങളോട് പറയാം, പരിശുദ്ധ ഖുർആൻ ഈ വൈവാഹിക ജീവിതത്തെയും ഭാര്യയെയും പറ്റി പറഞ്ഞതുപോലെ വേറെ എവിടെങ്കിലും പറഞ്ഞിട്ടില്ല. മറ്റൊരാളും ഒരു പ്രത്യയശാസ്ത്രവും അത് പഠിപ്പിക്കുന്നുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് ഒരു വിവരം പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളെ സൃഷ്ടിച്ചത്. എന്റെ ഭാര്യ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇപ്പൊ ആ ഭാഗം കേൾക്കല് ഫേസ്ബുക്കിൽ മാത്രം. എന്റെ പകുതി എന്നെല്ലാം പറയും ചില മലയാളത്തിലെ ഭാഷയാണ്. എന്റെ ജീവിതത്തിന്റെ പാതി പൊരക്കോയി നോക്കണം കഥ അറിയണമെങ്കിൽ. ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാനും കമന്റ് കിട്ടാനും വേണ്ടി അടിച്ചിട്ടാണ് ഒരാൾ ഇങ്ങനെ പോലിട്ട് കൊടുക്കും. വൈവാഹിക ജീവിതത്തിന്റെ അന്ന് ഭയങ്കര ഉഷാറായിട്ട് എഴുതുകയും ചെയ്യും. പക്ഷെ അവന്റെ പുരയിൽ പോയി നോക്കണം കഥ എന്താണെന്നറിയാൻ. അള്ളാഹു നന്നാക്കി തരട്ടെ. ജീവിതത്തിന്റെ പാതിയാണ്, നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. എന്റെ കൈയിന്റെ വിരലിന് ചെറിയൊരു വേദന വന്നാൽ, ചെറിയൊരു വേദന വന്നാൽ തന്നെ ഞാൻ ഡോക്ടറെ കാണിക്കും. എന്നിട്ട് അയാൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ സ്കാൻ ചെയ്യും. വേറെ എന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്യും. കാരണം എനിക്ക് വേദന ഉണ്ട് വിരലിന്. അള്ളാഹു തആല ആഫിയത്ത് തരട്ടെ, നമുക്കൊന്നും വേദന ഇല്ലാണ്ടാക്കി തരാം. ഒരു ഉദാഹരണം പറഞ്ഞത്, എനിക്ക് വേദന ഒന്നുമില്ല. എന്നാ നിങ്ങൾ നോക്ക്, ഭാര്യ പറയാണ് എനിക്ക് പല്ല് വേദന ഉണ്ട്. ദുനിയാവിൽ കടുപ്പുള്ളൊരു വേദനന്റെ പേരാണ് പല്ല് വേദന. യാ റബ്ബന, പല്ല് വേദന ഇറങ്ങിയെങ്കിൽ ഭയങ്കര വേദന. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ, വേദന അല്ലാഹു മാറ്റി തരട്ടെ. പല്ല് വേദന സഹിക്കാൻ കഴിയാത്തൊരു വേദനയാണ്. ഈ പല്ല് വേദന ഉണ്ട് എന്ന് ഭാര്യ പറയാണ് ഭർത്താവിനോട്, പല്ല് വേദന ഉണ്ട്. അപ്പം ഭർത്താവ് ഭാര്യനോട് പറയാണ് ഇറച്ചി ഇങ്ങനെ കടിച്ചു തിന്നിട്ടല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിഹസിക്കാണ്, കോമഡി അടിക്കാണ്. പെണ്ണ് ഓള് കരയാണ് പല്ല് വേദനക്ക്, മാപ്പിള കോമഡി അടിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഭാര്യയെങ്കിൽ, നമ്മുടെ കൈവേദനിക്കുമ്പോൾ നമ്മൾ ഡോക്ടർ അടുക്കൽ ഓടുകയാണെങ്കിൽ ഭാര്യന്റെ ശരീരത്തിന്റെ വേദനയും നിന്റെ മനസ്സിന്റെ നൊമ്പരമാകണം. ഭാര്യന്റെ രോഗവും നിന്റെ രോഗമാകണം. അവളുടെ സങ്കടം നിന്റെ സങ്കടമാകണം. അവളെ കണ്ണ് നിറയുമ്പോൾ നിന്റെ കണ്ണ് നിറയണം. സുബ്ഹാനല്ലാഹ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ ശരീരങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ ഭാര്യ നമ്മുടെ തന്നെയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് പറഞ്ഞിട്ടല്ല പറയാൻ ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് സമാധാനത്തോടെ ചേരാനാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ സ്വന്തം ശരീരമായി കാണേണ്ട ഭാര്യ പല ഭാര്യമാരും പല കുടുംബങ്ങളിലുമൊക്കെയുള്ള പല പ്രതിസന്ധികളുടെയും കാരണം എന്താണെന്നറിയോ നിങ്ങള്? ഈ ഭർത്താക്കന്മാരായ ആണുങ്ങളിലെ ഓരോ കുറച്ച് താവാൻ കുറച്ച് മടിയാണ്, ഒരു താണ് കൊടുക്കൂല. അതൊരു പ്രശ്നമാണ്. നമ്മളെ ഭാര്യ നമ്മളെന്നല്ലേന്ന് കരുതിയാ പിന്നെ പ്രശ്നം ഉണ്ടാവൂലേ. നോക്കൂ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഭാര്യമാർ ചെയ്യുന്ന ഖിദ്മത്തുകളെ, ഭാര്യമാർ ചെയ്യുന്ന സേവനങ്ങളെ, ഭാര്യമാർ എടുക്കുന്ന പണികളെ നമ്മളൊന്ന് കണക്ക് കൂട്ടണം. അടുക്കളയിൽ ക്യാമറ വെക്കണം. അവിടെ കള്ളം കയറുന്നുണ്ടോ നോക്കാനല്ല. പിന്നെ ഞാൻ പറഞ്ഞ ക്യാമറ അവൾ എത്രയാണ് അധ്വാനിക്കുന്നത് എന്ന് കണക്ക് കിട്ടുന്നില്ലെങ്കിൽ വെക്കണമെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭാര്യമാർ എത്രയാണ് വീടിൽ നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി ഓടുന്നത്, എത്രയാണ് അവർ അധ്വാനിക്കുന്നത്. ഒരൊറ്റ ദിവസം ദുനിയാവിൽ ഡ്യൂട്ടി ഒഴിവില്ലാത്ത ഒരു ടീം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാര് മാത്രമാണ്. പെണ്ണുങ്ങൾക്ക് ഒരൊറ്റ ദിവസം ദുനിയാവിൽ ലീവ് ഉണ്ടാവില്ല. ഗൾഫ് പോയ ആൾ ഒരു മാസം വന്നാല് അയാൾക്ക് കുറച്ച് ദിവസം ലീവ് ഉണ്ടാവും. എന്നാൽ ഈ ഭാര്യമാർക്ക് ലീവ് ഉണ്ടാവില്ല. നിങ്ങൾ നോക്ക്, റമദാനു ശരീഫ് കഴിഞ്ഞതേ ഉള്ളൂ. അല്ലാഹു തആല നമ്മുടെ നോമ്പെല്ലാം സ്വീകരിക്കട്ടെ. റമദാനു ശരീഫിൽ രാത്രി ഉറുദിയെല്ലാം കഴിഞ്ഞു, ഉസ്താദിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് 10:30 മണിക്കല്ലേ 10 മണിക്ക് 10:30 മണിക്ക് നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോ നിങ്ങൾ ഉള്ളാളക്കാരെങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളൊക്കെ നാട്ടിൽ അധിക ഭർത്താക്കന്മാരും ഭാര്യമാരോട് നോമ്പിന് വസിയത്ത് പറയും. ഉറങ്ങാൻ കിടക്കുമ്പോ എന്താ വസിയത്ത് അറിയോ? എന്റെ റബ്ബർ തോട്ടയും കരുതി തന്ന അങ്ങനത്തെ വസിയത്തൊന്നല്ല. ഉറങ്ങാൻ കിടക്കുമ്പോ പറയുന്ന വസിയത്ത്, എന്നെ സുബഹിക്ക് 20 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി. മനസ്സിലായില്ല?
സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് അത്താഴം വയ്ക്കണ്ടേ? അതിന് 20 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി. 20 മിനിറ്റ് മുമ്പ് നിന്നെ വിളിക്കണമെങ്കിൽ ഭാര്യ 1.5 മണിക്കൂർ, ചുരുങ്ങിയത് 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. നിന്നെ വിളിച്ചാൽ എഴുന്നേൽക്കുവോ? ഒരിക്കൽ വിളിച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. അവൾ അടുക്കളയിലേക്ക് പോകും, എന്നിട്ട് പപ്പടം പൊരിക്കും, തിരിച്ചു വന്നിട്ട് ആദ്യം വിളിക്കും, അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. എന്നിട്ട് അവള് പോയി കറി ഇളക്കിയിട്ട് രണ്ടാമത് വരും. പിന്നെ ഒന്ന് വിളിച്ചാൽ നീ ഇങ്ങനെ എഴുന്നേറ്റ് കുത്തനെ കിടക്കും. സുബ്ഹാനല്ലാഹ്. ലാസ്റ്റ് ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിട്ട് അവള് നിസ്കരിച്ച 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്തർ അടക്കം എല്ലാ നിസ്കാരവും അവൾ എല്ലാ ചാവും ഹലാക്കെല്ലാം കഴിച്ചിട്ട് നിനക്ക് തന്നാലേ നീ എണീക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഓള് ലാസ്റ്റ് പറയും ഹലാക്കിന്റെ നിങ്ങളെ വീഴ്ചിട്ട് തന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഇല്ല ശാപം തീർച്ചും പറഞ്ഞാൽ അല്ലാതെ ഈ ആ ബെഡ് എണീക്കൂല. സത്യത്തില് അവൾക്ക് ഈ അത്താഴുണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഭർത്താവായ നിന്നെ വിളിക്കല് എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളെ പുറയിൽ എങ്ങനെയാ ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പെണ്ണുങ്ങൾ വിചാരിക്കുന്ന നല്ല ഉസ്താദ്, മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധി നൽകി, നല്ല സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ. ഒരു ആഫിയത്ത് പോരാ. പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ദ്വാരക്കുമ്പോ നിങ്ങൾ എത്ര ഇഖ്ലാസിൽ ആമീൻ പറയുന്നു അത്രയും നമ്മുടെ ആരോഗ്യം നല്ലതാകും. നല്ല ഭക്ഷണം ഉണ്ടാവും, നല്ല സ്വഭാവം ഉണ്ടാവും. നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കുന്ന കുറച്ചാലും നമ്മൾ ആരോഗ്യം തന്നെ പോവുക. അതുകൊണ്ട് ഭാര്യമാർക്ക് അള്ളാഹു നല്ല സന്തോഷം നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നോക്കൂ, അവരുടെ അധ്വാനത്തിന്റെ കടുപ്പം, ഞാൻ തമാശ രൂപത്തിൽ അവരുടെ അധ്വാനത്തിന്റെ കടുപ്പം പറഞ്ഞു. എത്രയാണ് അവർ അധ്വാനിക്കുന്നത് നിങ്ങൾ നോക്കൂ. രാവിലെ നമ്മളെ വീട്ടിലെ മക്കള്, ഒരു 4 മക്കളുണ്ടെന്ന് കൂട്ട, ചെറിയ മക്കള് 4 മക്കള് വീട്ടിലുണ്ട്. രാവിലെ 6:30 മണിക്കൊക്കെ ചില മദ്രസന്റെ വണ്ടി വരും, സ്കൂളിലേക്കുള്ള വണ്ടി മദ്രസയിൽ തന്നെ പോവുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് അവരെ അധ്വാനം പറയണ്ട. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ഒരു 7, 7:30, 8 മണി വരെ പെണ്ണുങ്ങൾ ഒരു 2 കൈ കൊണ്ടൊന്നും എടുത്താൽ അവരെ പണി തീരൂല. അത്രയും ഓവർ ടൈം പണിയാണ്. അത്ര 4-5 കൈ കൊണ്ടാ പണിയെടുക്കുക. അങ്ങനെ പണിയെടുത്താലേ തീരുള്ളൂ. കാരണം നമ്മളെ സ്വഭാവം മുഴുവൻ ഈ പിള്ളേർക്ക് ഉണ്ടാവും. നമ്മളെ മക്കളല്ലേ, എല്ലാ സ്വഭാവം ഉണ്ടാവും. ഒരു കുട്ടി പറയാണ് എനിക്കിന്ന് മുട്ട റോസ്റ്റ് വേണം, 5 സ്റ്റാർ ഹോട്ടലിൽ പോയ പോലെ. അപ്പൊ മറ്റോ പറയും ഈ മുട്ട റോസ്റ്റ് എനിക്ക് കടലക്കറി തന്നെ വേണം. ആ ഹോട്ടലിൽ പോയ പോലെ സപ്ലയറോട് പറയും പോലെ പറയാ. ഈ ഉമ്മണ്ടല്ലോ ഇതൊക്കെ കൂടി റെഡിയാക്കും. അപ്പോഴേക്കാണ് 2ാം ക്ലാസ്സുകാരൻ പറയും ഉമ്മ പെൻസിൽ കാണുന്നില്ല, ഇന്നലെ എഴുതിയിട്ട് ഇട്ടതാ. ആ ഉമ്മ ബെഡ്റൂമിലേക്ക് ഓടിയിട്ട് തലങ്ങാണിന്റെയും കിടക്കന്റെ ഇടയിൽ ഈ ചുമരിന്റെ ഉള്ളിൽ ഈ സാധനം വീണ് കിടക്കുന്നുണ്ട്. അത് വലിച്ചിട്ട് അത് എടുത്തു കൊടുത്തു. അപ്പം നോക്കുമ്പോ ഇതിന്റെ മൂത്തൊരു സാധനം ഉണ്ട്, അതിന്റെ ബോക്സ് തന്നെ കാണുന്നില്ല. 5ാം ക്ലാസ് പഠിക്കണ മകളുണ്ട്, എന്റെ യൂണിഫോം ഇസ്തിരി ഇട്ടിട്ടില്ല. ഇതെല്ലാം വീട്ടിൽ നിന്ന് കേൾക്കുന്ന ആചാരില്ലേ, അല്ലെങ്കിൽ അജിന് പോകാത്ത മനുഷ്യനില്ലേ നമ്മള്. ഒരു മെയിൻഡ് സുബ്ഹാന. നമ്മള് പത്രം വായിക്കാന്ന്, നമ്മളെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും പത്രം വായിക്കും, നിങ്ങളാണ് നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും പത്രം വായിക്കും. പത്രം മൂപ്പരിങ്ങനെ വായിക്കാണ്, ഒരേ വായിക്കൽ. ഇതെല്ലാം കേൾക്കുന്നുണ്ട്, മൂപ്പർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. നമ്മള് നോക്കൂല എന്നാ പറഞ്ഞത്. പെണ്ണുങ്ങൾ ഇങ്ങനെ അധ്വാനിച്ച് ഓടി ബഹളം വെച്ചതെല്ലാം കൂടി റെഡിയാക്കുന്നതിന്റെ ഇടയില് മൂപ്പരിങ്ങനെ പത്രം വായിക്കുന്ന കണ്ടാ വിചാരിക്കും സുബ്ഹാനല്ലാഹ് നാളെ ഈ ലോകത്ത് എന്തൊക്കെയോ സംഭവിക്കും. ഇപ്പൊ പത്രം വായിച്ചിട്ടില്ലെങ്കിൽ ആകെ ബേജാറാ. ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ തൂങ്ങിച്ചത്തു. അയാളെ ഭാര്യയും മക്കളെല്ലാം ഇയാള് കാണാണ്ട് പഠിക്കുന്നു. അയാളെ ഭാര്യനെയും മക്കളെല്ലാം ഇയാൾ ഇങ്ങനെ വായിച്ചു നോക്കുന്നു. ഇത്ര പുതിയ ആപ്പിള, ഇത്ര പുതിയ എണ്ണ്. അയാൾ മരിച്ചില്ലേ ചങ്ങായി, അയാൾ എനിക്കൊരു ബന്ധമില്ലാത്ത മനുഷ്യൻ. അയാളെ കഥയെല്ലാം ഇങ്ങനെ വായിക്കുന്ന ഹിന്ദും വസൈനബും കദാ ജുബൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹതും മർദിയ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ അല്ലാഹു നമ്മളെ ഉമ്മമാർക്ക് അവർക്കൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഓറെ പേര് പഠിക്കുന്ന പോലെ പത്രത്തിൽ ഇങ്ങനെ ചരമകോളം വായിക്കാണ് ഈ ചങ്ങായി എന്നാ ഞാൻ പറഞ്ഞത്. ഏതായാലും അതിന്റെ ഇടയിൽ മൂപ്പര് പറയാണ് കട്ടൻ ചായ, നാട്ടിൽ ബ്ലാക്ക് ടീ സുലൈമാനി എന്ന് പറയും, അത് മൂപ്പര് ഓർഡർ ചെയ്യാണ്. ഈ കുട്ടികളെ നോക്കുന്നതിന്റെ ഇടയിൽ സുബ്ഹാന ജല്ല ജലാലു ആ തിരക്കിന്റെ ഇടയിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കും നമ്മുടെ ഭാര്യ, കൊണ്ട് തരും നമ്മുടെ പെണ്ണുങ്ങള്. ഞങ്ങളെ നാട്ടിൽ സംഭവം ഉണ്ടായി. കട്ടൻ ചായ കൊണ്ടു കൊടുത്തിട്ട് ചങ്ങായി ഒരൊറ്റ ഒഴിക്കലാ നിലത്തേക്ക് ഈ കട്ടൻ ചായ. എന്താ സംഗതി എന്നറിയോ? ഞങ്ങളെ നാട്ടിൽ കട്ടൻ ചായ ഉണ്ടാക്കണ സമയത്ത് ഉപ്പിനും പഞ്ചസാരക്കും ഒരേ നിറ. അത് രണ്ടും അടുത്തടുത്ത പാത്രത്തിലാ വെച്ചത്. ഈ സഹോദരി സ്പീഡിൽ ഉണ്ടാക്കുമ്പോ കട്ടൻ ചായയിൽ ഇട്ടത് ഉപ്പായി പോയി. സുബ്ഹാന ജല്ല ജലാൽ. അതിന്റെ കുഴപ്പാ കണ്ടത്.
ഇത്രമാത്രം നിസ്സാരമായ കാര്യങ്ങൾക്കാണ് അധിക വീട്ടിലും വഴക്കും വക്കാണ് ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ പറയാം. മഹാനവർകൾ രാജ്യം ഭരിക്കുമ്പോ ഒരാള് വരുന്നു. എന്തിനാ വരുന്നറിയോ? ഭാര്യന്റെ സ്വഭാവ ദൂഷ്യം, പുറക്കുള്ള പ്രശ്നം പരാതി പറയാനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നയാള് വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരൽപ്പം ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഞങ്ങളൊക്കെ നാട്ടിൽ പറഞ്ഞ ദേഷ്യം പിടിക്കാണ്, കലമ്പാണ്. ഒരൽപ്പം ഉച്ചത്തിൽ സംസാരിക്കാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. പുറത്തുനിന്ന് ഇത് കേട്ടപ്പോ ഇയാള് കരുതി സുബ്ഹാനല്ലാഹ് ഇതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മളെ പോലെ തന്നെയാണ്, അതുകൊണ്ട് പരാതി പറയണ്ടെന്ന് വെച്ച് തിരിച്ചു പോകാൻ നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇയാളെ വിളിക്കാണ്. സഹോദരാ, എന്തേ നിങ്ങൾ വന്നിട്ട് പോകുന്നത്? ഒന്നുമില്ല അമീറുൽ മുഅ്മിനീൻ, ഭാര്യനെ കുറിച്ചൊരു പരാതി പറയാൻ വന്നതാണ്. പിന്നെന്തേ പരാതി പറയാതെ പോകുന്നത്? ഇവിടെ വന്നു നോക്കുമ്പോ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സംസാരിക്കണ കേൾക്കുമ്പോ ഇത്ര പ്രശ്നം പുരക്കില്ല എന്നാ തോന്നുന്നത്, അതുകൊണ്ട് പരാതി പറയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇയാളോട് പറയും, സഹോദരാ, എന്റെ പൊരന്റെ കാര്യം നിന്നോട് നോക്കാൻ പറഞ്ഞു. ഞാൻ നിനക്ക് ഖലീഫയാണ്, ഭരണാധികാരിയാണ്. നിന്റെ പ്രശ്നം പറഞ്ഞു, ഞാൻ പരിഹാരം നിർദ്ദേശിക്കാം. അതേ സമയത്ത് ഇയാളെ തെറ്റിദ്ധാരണ, ഈ സ്വഹൈബ് വന്ന ആളെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കാണ്, എന്റെ ഭാര്യനെ നീ നോക്കണ്ട, അവൾ എത്ര നല്ലവളാ. ഭാര്യനെ പറ്റി അങ്ങനെ പറയാവൂ, ഭാര്യ എത്ര നല്ലവളാണ്. ഉമർ റളിയല്ലാഹു പറയാണ്, എന്റെ ഭാര്യ വളരെ നല്ലവളാണ്. എന്നിട്ട് പറയാ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തല്ല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും വസ്ത്രം കൊടുക്കലെല്ലാം ഭർത്താവിന്റെ ബാധ്യതയല്ലേ. നമ്മൾ അങ്ങോട്ടല്ലേ ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്, പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും ചെയ്യണ്ടില്ലല്ലോ. മക്കളെ നോക്കല് ഭാര്യമാർക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ ഒന്നുകൂടി ലൈക്കടിക്കും. സുബ്ഹാനല്ലാഹ്, ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. ശരിക്കും ഫിഖ് പറഞ്ഞാല് ഭാര്യ ഭക്ഷണം എല്ലാം കഴിച്ച് വരുമ്പോ ടിഷ്യൂ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കണം ഭർത്താവ്. ഞാൻ പറയുന്നത് ഭർത്താവിന്റെ ബാധ്യതയാണ് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഭാര്യക്ക് അത് നിർബന്ധമില്ല, പക്ഷെ എന്നാലും എന്റെ ഭാര്യ എത്ര നല്ലവളാ. ഞാൻ ഭരണത്തിന്റെ തിരക്കിൽ എന്നെ തന്നെ ഞാൻ അങ്ങ് മറക്കുമ്പോൾ എന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, എന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, എന്റെ വസ്ത്രം അലക്കുന്നു, പൊന്നുപോലെ എന്റെ മക്കളെ നോക്കുന്നു. പക്ഷെ ഞാനൊരു ഭർത്താവല്ലേ, എന്റെ അടുക്കന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും മറ്റൊന്നും എന്റെ തിരക്കിന്റെ ഇടയിൽ അവൾ കൊടുക്കാൻ പറ്റാതപ്പോ അവള് സംസാരിക്കാണ്. ആ സംസാരത്തിൽ ഒരു ശബ്ദം കൂടി പോയതാണ്. ഞാനൊരു ഭരണാധികാരി മാത്രമേ, ഞാനൊരു ഭർത്താവല്ലേ, അത് പറയാനുള്ള അവകാശമെങ്കിലും ഞാൻ വകവെച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ഷമിച്ച് കേൾക്കാണ്. ഓള് പറഞ്ഞോട്ടെ, എങ്ങനെ പറയെങ്കിലും ചെയ്യാനുള്ള അവകാശം കൊടുക്കണമല്ലോ. പക്ഷെ എന്റെ കാര്യം നീ നോക്കണ്ട, നിന്റെ കാര്യം പറഞ്ഞോ, ഞാൻ പരിഹാരം നിർദ്ദേശിക്കാം. അധിക വീട്ടിലുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഭാര്യമാരൊന്ന് പറയുമ്പോ ഒന്നും മിണ്ടാതിരുന്നാ പിന്നെ ഏകദേശ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. ഭാര്യമാരോടും കുട്ടികളോടും ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട. ഭാര്യമാരും കനമുള്ള സ്വഭാവം ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഹിറ്റ്ലറിസമാണ്. എനിക്കൊരാളോട് കടുത്ത വെറുപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യനെ അടിക്കാൻ വേണ്ടിയിട്ട് കയ്യോങ്ങി നിൽക്കാണ്, ഭാര്യയെ തല്ലാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കാണ്. അയാളുടെ ഞരവിങ്ങനെ എടുത്ത് ദേഷ്യത്തിൽ ഇങ്ങനെ വറക്കുന്ന, സുബ്ഹാനല്ലാഹ്, പിടിച്ചിങ്ങനെ അതാ ഞരമ്പിങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കണ്. ഭാര്യനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കുന്നവനോട് എനിക്ക് വെറുപ്പാണെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യമാരെ അടിക്കുന്നവൻ മാന്യനല്ല. മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ ആനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാരെ ബഹുമാനിക്കുന്നവൻ മാന്യനാണ്, ഭാര്യമാരെ നിന്ദിക്കുന്നവൻ തരം താഴ്ന്നവനാണ്. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യമാരെ മാനിക്കണം.
ഞാൻ ദർസിൽ പഠിക്കുമ്പോൾ മഹാനായ ശൈഖുന കാടാച്ചർ ഉസ്താദ് ഓർ മദനിയാണ് ഉള്ളാളം തങ്ങൾ പാപ്പന്റെ ആദ്യകാലത്തുള്ള ശിഷ്യനാണ്. അള്ളാഹുവേ താജുൽ ഉലമയുടെ ദറജേറ്റ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ താഴക്കോട് ഉസ്താദിന്റെ ഒക്കെ ദറജേറ്റ് ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാ ബാബു ഉസ്താദിന്റെ ദറജേറ്റ് മറ്റുള്ള നമ്മളെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉസ്താദുമാർക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഞാൻ ഉസ്താദിന്റെ അടുത്ത് ദർസിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. അന്ന് ചെറിയ കുട്ടിയാണ്. അപ്പൊ അവര് ഭക്ഷണം തന്നിട്ട് ഉമ്മമാരൊക്കെ ഭക്ഷണം തന്നിരുന്ന ആ ചെറിയ പ്രായം. അപ്പോ അടുത്ത വീട്ടിലെ ഉമ്മ ഈ വീട്ടിൽ വന്നിരുന്നിട്ട് ഇവിടുത്തെ ഉമ്മാനോട് ഉറക്കെ പറയണത് കൊണ്ട് ഞാൻ കേട്ടതാ, കട്ട് കേട്ടതല്ല, അവർ ഉറക്കെ പറയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പുറന്ന് കേട്ടതാ. എന്താ പറയുന്നറിയോ? നമ്മളെ പിള്ളറ ഉപ്പാനെ, അത് ഞങ്ങൾ അവിടുത്തെ ഒരു ഭാഷയാണ്, എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ പിള്ളറ ഉപ്പാനെ ഇന്നലെ കമ്മിറ്റിയിൽ എന്തോ ആക്കീനോലും എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ മൂപ്പരെന്തോ മെമ്പറായിട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മീറ്റിംഗ് പള്ളിയിൽ നിന്ന് വന്നിട്ട് കസേറിന്റെ മേലെ ഇരുന്നിട്ട് കാലിന്റെ മേലെ കാലും വെച്ച് ഒറ്റ ഇരുത്തം, ആരോടും മിണ്ടുന്നില്ല. ജയിലിലാക്കി എന്നല്ല ഈ പറഞ്ഞത്, കമ്മിറ്റിക്കാരനാക്കി. നേരത്തെ കമ്മിറ്റിക്കാർക്കല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ നോക്ക്, ഞാനിങ്ങനെ ആലോചിച്ച് ചിരിക്കാൻ തുടങ്ങി. എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായി പോയി. എന്താണെന്നറിയോ? അവിടെ ഈ പൂഴി വിൽക്കണ നാടാ, അടിയിൽ നിന്ന് പൂഴി വാരിയിട്ട് മണല് വിൽക്കണ നാടാ. അന്ന് ഇപ്പല്ല. അപ്പോ അങ്ങനെ പൂഴി മൂപ്പരും കൂടെ കുറച്ച് വിറ്റ കുറച്ച് പൈസ എല്ലായി. അങ്ങനെ ഉഷാറായപ്പോ മൂപ്പര് ജനറൽ ബോഡിയിൽ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആക്കി. ഇന്നലെ അവിടെ ജനറൽ ബോഡിയാണ്, തലേ ദിവസം ജനറൽ ബോഡിയാണ്. വൈസ് പ്രസിഡന്റ് ആക്കിയ വകയിൽ മൂപ്പരിങ്ങനെ വന്നിട്ട്, വൈസ് പ്രസിഡന്റ് അല്ലേ, ഇനിയിപ്പം പുരക്കാരോടും ഉണ്ടാൻ പാടില്ലല്ലോ, ഭാര്യയിലും ചെറുതല്ലേ, മൂപ്പര് വൈസ് പ്രസിഡന്റ് അല്ലേ. അപ്പം വൈസ് പ്രസിഡന്റ് ആയ വകയിൽ മൂപ്പര് കസേറിന്റെ മേലെ ഇരുന്നിട്ട് ഒരു കാല് മറ്റേ കാലിന്റെ മേലെ വെച്ച് കുറെ സമയം ഇങ്ങനെ ഇരുന്നു, ആരോടും മിണ്ടിയില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഇയാളെ പ്രസിഡന്റ് ആക്കാത്ത ഭാഗ്യമായി പോയി. ഇയാളെ പ്രസിഡന്റ് തന്നെ ആക്കിയെങ്കിൽ പൊരക്കാരെ മുഴുവനും പൊരന്റെ പുറത്താക്കിയിട്ട് ഇയാൾ പൊരന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. കണ്ടോ നിങ്ങള്? അങ്ങനത്തെ കുറെ വിവരം കുറഞ്ഞ ആളുണ്ട്. പ്രസിഡന്റാണ് മൂപ്പരെന്ത് വലിയ സംഭവം. ജില്ലാ കളക്ടർ അതെല്ലാം അവിടല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് അതെല്ലാം അവിടല്ലേ. പൊരയില് നീ ഉപ്പയാണ്. ഞാനിപ്പോ മേല് പറഞ്ഞ ഉസ്താദ് എന്നിട്ട് കാര്യമുണ്ടോ? എന്റെ പൊരയിലെത്തും 7 വയസ്സുള്ള മോനുണ്ട്. രാവിലെ എഴുന്നേറ്റ് അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹി നുശൂർ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇല്ല മോനെ എണീക്കൂല. 2ാം ക്ലാസ് മാർച്ച് പോകണമെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽപ്പിക്കണം. അതൊരു കുട്ടിത്തമാണ്. അത് ഞാൻ നടക്കൂല. ഞാൻ വലിയ മുദരിസാന്ന് നടക്കൂല. പൊരയിൽ ഉപ്പയാണ്, ഭർത്താവാണ്, ആങ്ങളെയാണ്, മകനാണ്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും വീട്ടിന്റെ മുറ്റത്തെന്നാണ് കേട്ടോ. നാളെ റോട്ടുമ്മ പോയി ഓടാൻ നിൽക്കണ്ട. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ പറ്റി പറയാണ്. ഒരു ദിവസം ഞാനും ഹബീബായ തങ്ങളും കുറച്ച് ഓടി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുമ്പ് കയറി ഒന്നാമതായി. പിന്നെ രണ്ടാമതാളെ പറ്റി നമ്മൾ പറയണ്ടല്ലോ, 2 ആളേ ഉള്ളൂ. കുറച്ച് ആള് കഴിഞ്ഞിട്ട് പിന്നെയും ആയിഷ പറയാണ്, പിന്നെയും ഒന്ന് ഓടി. അപ്പൊ ഞാൻ തടിച്ചു ഉഷാറായി പോയി. ഓടി ഹബീബായ തങ്ങള് മുന്നിൽ കയറിയിട്ട് പറഞ്ഞു, ആയിഷ ഇത് അന്നത്തേന് പകരാണ് കേട്ടോ. ഇത് കുടുംബ ജീവിതത്തിലെ ഒരു സന്തോഷമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുടിച്ച ഗ്ലാസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തിട്ട് അതേ സ്ഥലം, ആയിഷ ബീബി ചുണ്ടു വെച്ച് അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് കുടിക്കും. നമ്മളാണെങ്കിൽ പോയി കഴുകിയിട്ട് വന്നു പറയും. രണ്ടും മാറ്റുണ്ട്. നല്ല സ്വഭാവം, ഭാര്യമാർക്കൽ നല്ല സ്വഭാവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആള് നിങ്ങളെ ഭാര്യക്ക് ഖൈറായ ആളാണ്. നിങ്ങളെ ഭാര്യമാരുടെ അടുക്കൽ ഖൈറായ ആളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ ആൾ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള്. പല സ്ഥലത്തും അവാർഡ് കൊടുക്കും. ഗൾഫിലെല്ലാം പോയാൽ അധിക സ്ഥലത്തും ഈ കോട്ട് കിട്ടും. കർണാടകയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന അധികവും മറ്റേ ഇത് കിട്ടും, മെമന്റോ കിട്ടും. ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ പല സ്ഥലത്തും പറയാറുണ്ട്, ആദ്യം ഈ അവാർഡ് കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു സേവനത്തിനായിരിക്കും അവാർഡ് കൊടുക്കുക. അവാർഡ് ജൂറി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇയാളെ പൊരക്കൊന്ന് വിളിച്ചു നോക്കണം. എന്നിട്ട് ഭാര്യയോട് ചോദിക്കണം, മൂപ്പർക്ക് അവാർഡിന് അർഹതയുണ്ടോ? മനസ്സിലായില്ല? ഭാര്യന്റെ അടുക്കൽ ചോദിക്കണം, ഇയാൾക്ക് എങ്ങനെയുണ്ട്, ഇയാളെ സ്വഭാവമല്ല ശരി തന്നെയാണോ? അങ്ങനെ ഉണ്ടെങ്കിലേ കൊടുക്കണ്ടോ. ഇല്ലെങ്കിൽ സ്റ്റേജുമ്മ കയറിയിട്ട് ഈ കോട്ടെല്ലാം കിട്ടുമ്പോ 4-5 ക്യാമറ മുമ്പിൽ വെച്ചാല് നമ്മളെ പെണ്ണുങ്ങൾ പൊരക്കുന്ന ഇത് കാണും. അപ്പൊ ഈ കോട്ടും സൂട്ടെല്ലാം കിട്ടുമ്പോ പെണ്ണുങ്ങൾ മക്കളോട് പറയും, മക്കളെ ആ കോട്ടും വേസ്റ്റായി.
മനസ്സിലായില്ല? നമുക്കല്ലേ കിട്ടുന്നത്. അപ്പൊ ഈ കോട്ടും പോയി, ആ തുണിയും വേസ്റ്റായി എന്ന് പെണ്ണുങ്ങൾ പറയാതിരിക്കാൻ ആദ്യം തന്നെ ഈ തുണി ഇടുന്നതിന് മുമ്പ് പെണ്ണുങ്ങളോടൊന്ന് ചോദിക്കൽ നല്ലതാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് നിങ്ങളെ ഭാര്യമാരുടെ അടുക്കൽ ഖൈറായ ആളാ. പെണ്ണുങ്ങളോട് ചോദിക്കൂ, ഇയാൾ എങ്ങനെയുണ്ട്, ഇയാൾ വലിയ ബാധ പറയുന്ന ആളാണ്. അതൊന്നും പെണ്ണുങ്ങൾ പറയണ്ട, എല്ലാവർക്കും അറിയാം. പൊരയിലുള്ള സ്വഭാവത്തെ പറ്റിയാ ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞു ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ എങ്കിലും എന്ന് പെണ്ണുങ്ങൾ പറയും. പിന്നെ നമ്മൾ ആക്ഷേപമാ പറയാ. പെണ്ണുങ്ങൾ പറയും, വാർത്ത മക്കളോടും എന്നോടൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്, എപ്പോഴും ചൂടാകലാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഹിറ്റ്ലറിസമാണ്, അടിയാണ്, തെറി വിളിക്കലാണ്. എന്നെ എന്റെ ഉപ്പാനും ഉമ്മാനും കബറിൽ കിടക്കുന്ന ഉപ്പാനെ വരെ ചീത്ത വിളിക്കും ചില ആള്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ വൃത്തികെട്ട നാവാണെന്ന് ഭാര്യ പറഞ്ഞാൽ നീ ഏറ്റവും ആ നാട്ടിലെ മോശക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞോ. ഇത് തങ്ങൾ വെറുതെ പറഞ്ഞു പോവല്ല. വാന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളെ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല കുടുംബനാഥൻ ഞാനാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞു പോവില്ലല്ലോ. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തങ്ങളെ സംസാരം മുഴുവനും നുബുവത്തല്ലയോ, വഹ്യല്ലയോ. തങ്ങൾ പറയും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബനാഥൻ ഞാനാ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, നിങ്ങൾ പോയി ചോദിക്കൂ. സ്വഹാബികൾ പോയി ചോദിച്ചു ആയിഷ ഉമ്മയോട് റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് തങ്ങളുടെ സ്വഭാവം, എങ്ങനെയാ തങ്ങളുടെ സ്വഭാവം എന്ന് ആയിഷ ബീവിനോട് ചോദിക്കുന്നത്. പള്ളിയിൽ വന്നാൽ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് സ്വഹാബികൾ ആയിഷ ബീവിനോട് ചോദിക്കേണ്ടിയില്ല, അത് ഓർക്കറിയാം. യുദ്ധത്തിന് പോകുമ്പോ എങ്ങനെയാ, യാത്രയിൽ എങ്ങനെയാ, പുറത്തെങ്ങനെയാ, കച്ചവടം, ഇടപാട്, അതൊക്കെ സ്വഹാബികൾക്കാണ് കൂടുതൽ അറിയാം, അവർക്കറിയാം. പിന്നെ ആയിഷ ബീവിനോട് തങ്ങളെ സ്വഭാവത്തെ പറ്റി ചോദിച്ചു, ഏത് സ്വഭാവം തന്നെ ആയിരിക്കും, പൊരയിൽ തങ്ങൾ എങ്ങനെയെന്നല്ലേ, അങ്ങനെയാണ് സാധ്യത. തങ്ങളുടെ സ്വഭാവം വീട്ടു കുടുംബത്തോട് എങ്ങനെയെന്ന് ബാക്കിയുള്ളൊക്കെ സ്വഹാബികൾ കാണുന്നില്ലേ. നിങ്ങൾ നോക്കൂ, ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ മറുപടി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ, കാന ഖുലുഖുൽ ഖുർആൻ, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനാ. ഖുർആനിൽ എന്തേ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത്? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും നല്ല സ്വഭാവമാണ്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യൂദാനുഹു ഫീ ഇൽമി വലാ കറമി. സയ്യിദ് മദനി തങ്ങളെ ചാരത്ത് നിന്ന് പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലേക്ക് നല്ല ഖൽബ് തട്ടിയ ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലം ലിന്ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. മദനി തങ്ങളെ ചാരത്തുനിന്ന് മഹാനായ മുഹ്യിദ്ദീൻ ബാവ തങ്ങൾ മശായിഖുമാരുടെ ചാരത്തുനിന്ന് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തും സലാമും ഒരു തട്ടലും തടലും ഇല്ലാതെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് എത്തിച്ച് തങ്ങൾ സ്വലാത്തൊന്ന് സ്വീകരിക്കുന്ന, തങ്ങൾ സലാം മടക്കുന്ന ഒരു സന്തോഷം ഞങ്ങൾക്ക് ഈ സദസ്സിൽ തരകണേ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയിഷ ബീവിന്റെ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ്. അത്രയും നല്ല സ്വഭാവം, ആരോടും ഒരു ദേഷ്യമില്ല, ആരോടും ഒരു വെറുപ്പില്ല, വീട്ടിലുമില്ല പുറത്തുമില്ല. നബിമാരെ കൂട്ടത്തിലും അതുപോലെ ഒരു നേതാവില്ല. فما تلقون شبه محمد ولا مثله بين النبيين يعرف.
വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കൂ, യാത്രക്കാരെ നിങ്ങൾ സഞ്ചരിക്കൂ. ഫമാ തൽഖൗന ശിബ്ഹാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. തങ്ങളെ പോലുള്ള ഒരാളുമില്ല. അമ്പിയാക്കളിൽ തന്നെ ഇല്ല, പിന്നല്ലേ വേറൊരു നോട്ടം ആവശ്യമുള്ളത്. ഏറ്റവും നല്ല സ്വഭാവം തങ്ങൾ പറയുന്നത് കൂട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബനാഥൻ ഞാനാ. ഭാര്യമാരോട് നല്ല സ്വഭാവം, ഭാര്യമാരോട് നല്ല ഇമ്പം. ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് സൗദിയിൽ പോയപ്പോ അവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ 5-6 വർഷമായി ഭാര്യക്ക് ഭയങ്കര സുഖേടുന്നു. എന്താണ് രോഗം? ഭാര്യന്റെ രോഗം വേറൊന്നുമില്ല. ഞാൻ നാട്ടിലേക്ക് പോയാൽ പെണ്ണുങ്ങൾക്ക് തലവേദന, വയറുവേദന, നടുവേദന, കാലുവേദന, ഓരോ ഭാഗങ്ങൾ. തലവേദന പോകുമ്പോൾ നടുവേദന വരും, നടുവേദന പോകുമ്പോഴേ കാലുവേദന, അത് കഴിഞ്ഞാൽ കൈവേദന, ഇങ്ങനെ മാറി മാറി വേദന വരികയാണ്. അപ്പൊ ഞാൻ ഡോക്ടർമാരൊക്കെ കുറെ കാണിച്ച് ചികിത്സിച്ചു. പിന്നെ മൂപ്പർ എന്നോട് ചോദിച്ച വേറൊന്നും, എനിക്ക് ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. എന്നാൽ പോലും ഞാനിത് കേട്ടിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? എല്ലാ തരക്കും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ്, നമ്മുടെ ഉസ്താദുമാരൊക്കെ വരികയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ബറക്കത്ത് സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ സയ്യിദ് അവർകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല നല്ല സന്തോഷവും റാഹത്തും, നമ്മുടെ ഉലമായിനും നമ്മുടെ സാദാത്യങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകട്ടെ. നമ്മുടെ ഉലമായിനൊക്കെ അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. എല്ലാ നിലക്കുള്ള റാഹത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അബ്ദുൽ ഖാദർ സഖാഫി മുതുകുട ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അസയ്യദ് മദക്കാത്തങ്ങൾ നമ്മുടെ വേദിയിൽ ധന്യമാക്കിയിരിക്കുന്നു. അതുപോലെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത്, ഇയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടോ? ആ ഉണ്ട്. മനഃശാസ്ത്രജ്ഞനെ വരെ കാണിച്ചു തന്നെയാണ്. എന്തെങ്കിലും വേറെന്തോ പ്രശ്നം എന്നറിയാൻ വേണ്ടി കുറെ ഉസ്താഹന്മാരടുത്തും പോയിരുന്നു. മന്ത്രിക്കാനും എന്തെല്ലാം എഴുതാനും അതിനും പോയി. എന്റെ ഭാര്യക്ക് സൂക്കേടൊന്നും മാറുന്നില്ല. നിങ്ങൾ കാര്യമായിട്ട് വേറെന്തെങ്കിലും ആക്കി തരണമെന്നൊക്കെ ഈ പറയുന്നു. 5-6 വർഷമായി. അതിന്റെ ഇടയിൽ 5 വർഷത്തിന്റെ ഇടയിൽ 3-4 തവണ മൂപ്പര് നാട്ടിൽ പോയി, സൗദിയിലെ. നാട്ടിലേക്ക് മൂപ്പര് വരുമ്പം പെണ്ണുങ്ങൾക്ക് സുഖമില്ല. മൂപ്പര് തിരിച്ച് ഗൾഫിലേക്ക് എത്തിയാൽ പെണ്ണുങ്ങളുടെ രോഗം മാറി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ ഏതെങ്കിലും പ്രേമോ സ്നേഹം? ഇന്നത്തെ കാലല്ലേ, അതൊന്നുമില്ല. വായക്ക് നല്ല വിശ്വാസമാണ്, ഭാര്യ നല്ലവളാണ്, അതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ നാട്ടിൽ പോയാൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കണം. മനസ്സിലായില്ല? അയാളെ നിങ്ങൾ നോക്കി, നിങ്ങൾ നോക്കും പോലെ. ഞാൻ പറഞ്ഞു, നിങ്ങളെ കുറെ പെണ്ണുങ്ങളെ കാണിച്ചില്ലേ, ഇനി നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കണം. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം അറിയോ? ഞാൻ മനസ്സിലാക്കിയത്, ഇയാള് വരുമ്പോഴാണല്ലോ പെണ്ണുങ്ങൾക്ക് സുഖേട്, അതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പം പൊരയില് മൂപ്പർ ആരായിരിക്കും? ഹിറ്റ്ലറിസം ഉള്ള ആളാ. ഒന്ന് പറഞ്ഞ് ഇടാതിന് കൊടുക്കുന്നുണ്ടാവും, ചീത്ത വിളിക്കുന്നുണ്ടാവും. മുമ്പത്തെ അനുഭവം അങ്ങനെ ആയിരിക്കും. മക്കൾക്ക് ഉമ്മാക്കൽ ഒരു റിപ്പർ യന്ത്രം വന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കണ പോലെ, ഒരു ഭയങ്കര സംഭവം, ഒരു പുലി നാട്ടിലിറങ്ങി അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുപോലെ ഒരു പുലി ഇറങ്ങിയ പോലെ ആയിരിക്കും മൂപ്പർ വരുമ്പോ ഉണ്ടാകുക. അപ്പൊ അള്ളാന്റെ റബ്ബേ, ഇയാള് വരലായി ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇറങ്ങലായി ഡേറ്റ് കണ്ട് ഉമ്മാക്ക് തലവേദന, പെണ്ണുങ്ങൾക്ക് തലവേദന. ഈ തലവേദന ഇയാൾ പോയാലേ പോവുള്ളൂ. കാരണം ഇയാൾ വന്ന തലവേദന. ഇത് ഇസ്മിന്റെ മണി എടുത്താൽ മാറൂല, ഇത് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചാൽ മാറൂല. ഇയാൾ വന്നിട്ടുണ്ടായ തലവേദന ഇയാൾ പോകാണ്ട് പോകൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം നന്നാക്കണോ? നിങ്ങൾ പെണ്ണുങ്ങളോടുണ്ടാകുന്ന നിങ്ങളുടെ സമീപനം മാറ്റിയാലേ ഈ തലവേദന മാറൂ എന്ന് പറഞ്ഞു. നമ്മളെ സ്വഭാവം നന്നായാൽ തന്നെ കുറെ തലവേദന മാറിക്കിട്ടും, ആശുപത്രി ചെലവ് കുറഞ്ഞു കിട്ടും. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ഉത്തരവാദിത്തത്തിന്റെ 2ാമത്തെ ഭാഗം കൂടി ഞാൻ പറയാണ്. ഭാര്യമാരെ നന്നായി സ്നേഹിക്കുന്നവരാകണോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഭാര്യമാരെ നന്നായി നോക്കണോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് ഭർത്താക്കന്മാരായ ആണുങ്ങളോട് പറഞ്ഞതാണ്. ഒരൽപ്പം നമ്മുടെ ഉമ്മമാരോടും കൂടി സംസാരിച്ച് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാര് കൽവിരുത്തി കേൾക്കണേ. ഇതുവരെ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേളാണ്, ഇനി പറയുന്ന നിങ്ങളോടുള്ള വേളാണ്. അള്ളാഹു നമ്മുടെ ഈമാന് ബലപ്പെടുത്തി തരട്ടെ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല യാ റസൂലല്ലാഹ്, തങ്ങൾക്കൊരു സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയേ, തങ്ങൾക്കൊരു സുജൂദ് ചെയ്യട്ടെ തങ്ങൾ സമ്മതിക്കുമെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തങ്ങൾ പറയുന്ന സ്വഹാബ, സൃഷ്ടികൾക്ക് സുജൂദ് പാടില്ല, അത് പാടില്ലാത്തതാണല്ലോ. സൃഷ്ടികൾക്കെങ്ങാനും സുജൂദ് അനുവദിക്കപ്പെടുമായിരുന്നെങ്കിൽ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ഇത്രമാത്രം കടപ്പാടുണ്ടോ നബിയേ? തങ്ങൾ തിരിച്ചു ചോദിക്കും, കടപ്പാടുണ്ടോന്നോ സ്വഹാബ? ഒരു ഭർത്താവിന്റെ ശരീരം സ്കിന്ന് മുഴുവനും പൊട്ടി ഒലിക്കുകയാണ്, ദുർഗന്ധമുള്ള ചലമൊഴുകുകയാണ്, കർച്ചീഫ് എടുത്തിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടക്കുന്നു. നല്ല മുത്തു നബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? പശു അതിന്റെ കുട്ടിയെ നാവ് കൊണ്ട് നക്കണത് കണ്ടിട്ടില്ലയോ? ഇതുപോലെ ഭർത്താവിന്റെ ശരീരത്തും ഒഴുകുന്ന ഈ ചീഞ്ചലം, ഈ ദുർഗന്ധമുള്ള ഈ ഗന്ധം, ഈ ചീഞ്ചലം ഭാര്യ അവളുടെ നാവ് കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കിയാലും ഭർത്താവിനോട് പൂർണ്ണമായ കടപ്പാട് വീട്ടുന്നവളാകുന്നില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യമാരെ, പെങ്ങളെ, ഉമ്മമാരെ, ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ ദിവസവും ഡ്യൂട്ടി ഒഴിവില്ലാത്തവരാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞില്ലേ? അടുക്കളയിൽ നമ്മൾ ഭയങ്കര പണിയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പണിയെടുക്കേണ്ടി വന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നമ്മുടെ ഭർത്താവാകുന്ന ചെറുപ്പക്കാരൻ, അല്ലെ നമ്മുടെ ഭർത്താവാകുന്ന ആണുങ്ങള്, അവര് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും അവർ അധ്വാനിക്കുകയാണ്. അതാ അവര് ചോര നീരാക്കിയിട്ട് അധ്വാനിക്കുകയാണ്. വെയിലും മഞ്ഞും പ്രശ്നമാക്കാതെ രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുകയാണ്. ഗൾഫിലൊക്കെ ഉള്ള കുട്ടികൾ സുബ്ഹാനല്ലാഹ് ഓവർ ടൈം പണിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് കാത്തു നിൽക്കുകയാണ്. കിട്ടുന്നത് മുഴുവനും നാട്ടിലേക്ക് അയക്കാണ്. മത്സ്യബന്ധനത്തിന് പോവാണ്, കടലിൽ പോവാണ്. കുറച്ച് ടീം കടലിൽ പോയി കാത്തു നിൽക്കുന്നത്. കടലിൽ പോയ ടീം കടപ്പുറത്ത് പോയത്, കടലിന്റെ അപ്പുറത്ത് അവര് പോയത്, കടലിലേക്ക് അവര് പോയത് ഭാര്യമാരായ നിങ്ങൾക്കും മക്കൾക്കുമാണ്. എന്നാൽ ഇവിടെ അവരെ കാത്തു നിൽക്കുന്ന ഒരു ടീമുണ്ട്. അവരിൽ നിന്ന് മത്സ്യം വാങ്ങിയിട്ട് വിറ്റിട്ട് അവരെ കുടുംബത്തെ, അവരെ ഭാര്യമാരെ നോക്കാനാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ നിന്ന് കിട്ടുന്ന മത്സ്യം കാസർഗോഡും കണ്ണൂരും കോഴിക്കോട് വരെ എത്തിക്കുന്ന ഡ്രൈവർ, അയാളുടെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാനാണ് ഈ ഉറക്കമൊഴിഞ്ഞ മരണപ്പാച്ചിൽ പായുന്നത്. ഭർത്താക്കന്മാർ ഉറക്കമൊഴിഞ്ഞ് ഓടുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ അടുക്കളയിൽ അരി ഉണ്ടായത്, നമ്മുടെ അടുക്കളയിൽ ഗോതമ്പെത്തുന്നത്, നമ്മുടെ അടുക്കളയിൽ മത്സ്യം എത്തുന്നത്, നമ്മുടെ അടുക്കളയിൽ മാംസം ഉണ്ടാകുന്നത്. അത് പാചകം ചെയ്യുന്ന കഥയാ ഞാൻ പറഞ്ഞത്. അവരെങ്ങാനും പട്ടിണിയുടെ, നമ്മൾ പട്ടിണി കിടക്കട്ടെ അവര് കരുതിയിരുന്നെങ്കിൽ, അവരൊരല്പം മിണ്ടാതിരുന്നെങ്കിൽ, അവര് ക്ഷീണം ഭാവിച്ചിരുന്നെങ്കിൽ, അവരവരുടെ തടി മാത്രം നോക്കി പണിക്ക് പോകണ്ടെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ പണിയെടുക്കേണ്ടി വരില്ലായിരുന്നു, നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെ ഉള്ളാളം പരിസരങ്ങളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. വലിയ വലിയ കൊട്ടാരം പോലുള്ള വീടുമുണ്ടാകും, ചെറിയ വീടുമുണ്ടാകും. ഈ വീട് ആരുടെ വീടാണെന്ന് ചോദിച്ചാൽ അത് അമ്മദാജിന്റെ വീടാണെന്ന് പറയും, ഇബ്രാഹിനാജിന്റെ വീടാണെന്ന് പറയും, അല്ലെങ്കിൽ ഉസ്താദിന്റെ വീടാണെന്ന് പറയും. ആ വീട്ടിൽ ആരാ താമസിക്കണത്? അയാൾ എവിടെ ഉള്ളത്? മൂപ്പര് ഗൾഫിലാ, ഖത്തറിലാ, ഷാർജയിലാ, ദുബൈയിലാ. ഉള്ളാളത്തൊക്കെ ധാരാളം ആളുകൾ KCF-ന്റെ പ്രവർത്തകന്മാർക്ക് എനിക്ക് അവിടെ അറിയാം. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, അങ്ങനെ പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വീടോ, ഈ വീട് ഭാര്യയ്ക്ക്, മക്കൾക്ക്, നമ്മളാണിത് അധ്വാനിക്കുന്നത്, നമ്മളാണിത് ചെയ്യുന്നത്. ഒന്നും ഞാൻ ഒരൊറ്റ വിഷയം ഞാൻ പറയാം. ആ വിഷയത്തിൽ നമ്മുടെ ഒരു സ്നേഹിതനുണ്ട്, ഷാർജ ദൈദിലി. അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഞാനൊരു ദിവസം പോയി, റമദാൻ മാസത്തിലെ. എന്നോട് പറഞ്ഞു, ഉസ്താദ് നമുക്ക് ഇവിടെ റൂമിൽ താമസിക്കാമോ? അങ്ങനെ ഞാൻ ഏറ്റു. അദ്ദേഹം സ്ഥാപനത്തിന്റെ ആവശ്യത്തിനാണ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പൊ അവിടെ നോക്കുമ്പോൾ അവിടുത്തെ ഫാമിലി നാട്ടിലുള്ള ഒരു ഉസ്താദ് എന്തായാലും ഇവിടെ താമസിക്കാം. അപ്പൊ ഇവന്റെ മനസ്സിനൊരു വിഷമം പോലെ, അവിടെ സൗകര്യം കുറവായിരിക്കും, ഇവിടെ താമസിക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചോളാം. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ, ഞാൻ പറയട്ടെ, അവിടെ എത്തി നോക്കുമ്പോൾ ആ റൂമിൽ കയറി നോക്കുമ്പോൾ ചെറിയ റൂമാണ്, ഹോട്ടലിന്റെ ബാക്കിലുള്ള റൂമാണ്. ഉള്ളിച്ചാക്ക് എന്തെല്ലോ സാധനം ഉള്ളിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാം എടുത്ത് മാറ്റണം, എനിക്ക് മൂക്കിന് ഓപ്പറേഷൻ കഴിഞ്ഞ മനുഷ്യനാ, അലർജിയാണ്, പൊടി പറ്റില്ല. അതുകൊണ്ട് എല്ലായിടത്തും റെഡിയാക്കി വൃത്തിയാക്കി മാഷാ അല്ലാഹ് ഷാറായി പോയി.
തീരെ ദരിദ്രമുള്ള ആളാന്നല്ല, നല്ല സമ്പന്നനായി പറയണത്. ഞാൻ പറഞ്ഞെന്തറിയോ, അങ്ങനെ ഞാൻ ഉറങ്ങി, അദ്ദേഹം ഉറങ്ങി. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അദ്ദേഹം നാട്ടിൽ നല്ലൊരു വീട് കിട്ടുന്നുണ്ട്, അള്ളാഹു തആല പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഞാൻ അവിടെ പോയി ഒരുപാട് ഉസ്താദ്മാരെ കൊണ്ടുവന്ന് ധാരിപ്പിക്കലുണ്ട്, ഞാനും ധാരക്കലുണ്ട്. നല്ല സ്നേഹമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല കൊട്ടാരം പോലുള്ള വീടാണ്. ഈ വീട് അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി അദ്ദേഹം ഉണ്ടാക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി അയാൾ എടുക്കുന്ന പണിയിൽ അയാൾ ഉറങ്ങണ സ്ഥലം ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ ഷെഡ് പോലത്തെ റൂമിൽ ഒരു കിടക്കാൻ തന്നെ പറയില്ല, കിടക്കിയാ പുറപ്പാൻ രണ്ടിനും പറ്റൂല, അങ്ങനത്തെ ഒരു സാധനമാണ് പിരിച്ചിട്ട് കിടക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. അധിക ചെറുപ്പക്കാരും അധിക ആണുങ്ങളും അവരെ കിടക്കുന്ന കിടത്താ ഞാൻ പറഞ്ഞത്, അവർ അധ്വാനത്തിന്റെ കടുപ്പാ ഞാൻ പറഞ്ഞത്. ഉമ്മമാരെ, നമുക്കാണ് വീട് നിർമ്മിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് അവർ കടലിൽ പോകുന്നത്, നമുക്ക് വേണ്ടിയാണ് തെങ്ങിന്റെ മേലെ കയറുന്നത്, നമുക്ക് വേണ്ടിയാണ് കിണർ കുഴിക്കാൻ ആഴിയിൽ അതാ കുഴിയിലിറങ്ങുന്നത്, നമുക്ക് വേണ്ടിയാണ് കരിങ്കൽ കോറയിൽ പണിയെടുക്കുന്നത്. നമ്മൾ സന്തോഷത്തോടെ വീട്ടിലിരിക്കാനാ, നമ്മൾ ഭാര്യയും മക്കളും എവിടെയും അധ്വാനിക്കാൻ പോകാതിരിക്കാനാണ്, നമ്മളെ മനസ്സ് വിഷമിക്കാതിരിക്കാനാ, നമ്മുടെ മക്കൾ നന്നാകാനാ. അതുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കാത്തൊരു പെണ്ണ് സ്വർഗത്ത് കടക്കൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഒരു പെണ്ണ് മരിക്കുമ്പോ ഭർത്താവിന് അവളെ തൊട്ട് നല്ല പൊരുത്തത്തിലാണ് അവൾ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവള് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു, സ്വർഗം റെഡിയായി. അതേ സമയത്തിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ചോ, ഭർത്താവിന്റെ വിഷമത്തിലും ഭർത്താവിനുള്ള ധിക്കാരത്തിലും ജീവിക്കുന്ന പെണ്ണാണ് മരിക്കുന്നെങ്കിൽ അവൾ നരകത്തിലാണെന്ന് പറയേണ്ടതില്ല. അല്ലാഹു നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. ഒന്നുകൂടി പറയാം, ഞാൻ പല സ്ഥലങ്ങളിലും വാതിന് പോകും, ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകും. അവിടെയൊക്കെ ഞാൻ ചോദിക്കും, ഇവിടെ ഉപ്പയുണ്ടോ? അധിക സ്ഥലത്തും അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദിനൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ഞാൻ ദർസിൽ പഠിക്കുമ്പോൾ വലിയ വേദ പറഞ്ഞ ഉസ്താദാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഭംഗി വാക്ക് പറഞ്ഞല്ല, എന്റെ നാട്ടിലൊക്കെ വേദന വരലുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഉപ്പ ഉണ്ടാവില്ല, ഉമ്മ ഉണ്ടാവും. എന്റെ ബാപ്പ ഖബറിലാണ്, അല്ലാഹു തആല ഖബർ സ്വർഗ്ഗാക്കട്ടെ. എന്റെ ഉമ്മ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. എന്റെ ഭാര്യന്റെ ഉമ്മാമ കഴിഞ്ഞ ദിവസം മരിച്ചു, നാളെ കണ്ണോക്കാണ്. അതുകൊണ്ട് വേല കഴിഞ്ഞുകൊണ്ട് സഖാഫി ഉസ്താദിന്റെ വേദം കൂടെ കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് കഴിഞ്ഞ വേഗം പോകും, നാളെ കണ്ണോക്കാണ്. ഫാമിലിയിൽ എവിടെ ഉള്ളത്, അല്ലാഹു തആല എല്ലാവർക്കും ഉമ്മമ്മക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അതുപോലെ പിരിവെടുക്കണ സമയത്ത്, സദസ്സെന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉമ്മയും ബാപ്പ ഉണ്ടോന്ന് ചോദിക്കും. അവർക്ക് ദ്വാരനാൽ ഇജാബത്ത് വേഗം കിട്ടുന്നുണ്ടോ ചോദിക്കും. അധിക സ്ഥലങ്ങളിലും കിട്ടണ മറുപടി ഉപ്പല്ല ഉമ്മ ഉണ്ട്. ഞാൻ പറയട്ടെ, ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്തുകൊണ്ടാണ് ഉമ്മമാരെ, സഹോദരി നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അധിക വീട്ടിലും ഉപ്പമാരില്ലാതായി പോയത്? എന്തുകൊണ്ടാണ് അധിക വീട്ടിലും ആണുങ്ങളില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആണുങ്ങൾ തീർന്നു പോകുന്നത്? ഞാൻ എന്റെ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാക്കിയ കാര്യം പറയാം. സുഹൃത്തുക്കളെ, അധിക വീട്ടിലും ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദം മുഴുവനും കൽവിലിട്ട് നടക്കുന്ന അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. എന്നാൽ അധിക വീട്ടിലുള്ള അവസ്ഥ എന്താണെന്നറിയോ? മകളെ കെട്ടിക്കാനാകുന്ന സമയത്ത് അപ്പുറത്ത് ഭയങ്കര കൊട്ടാരം പോലുള്ള വീട് വരുമ്പോ, അപ്പുറമുള്ള പെണ്ണുങ്ങളുടെ ഭർത്താവ് കാർ എടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ സമ്മർദ്ദം കൂട്ടുകയാണ്, പിന്നെയും കൂട്ടുകയാണ്. വെറുതെ രാത്രി ഉറങ്ങാൻ അനുവദിക്കൂല. ചെറിയ പണിയെടുക്കുന്ന, കൂലിപ്പണിയെടുക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്റ്റാൻഡേർഡുള്ള ജോലിയുള്ള ഭർത്താവ്, അയാളെ മേൽ പിന്നെയും ഉത്തരവാദിത്തങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇയാള് പറയും, ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ആയില്ലേ, മകളെ കല്യാണം ആകുമ്പോഴത്തേക്ക് റെഡിയാകും, മോന്റെ പഠനം ആകുമ്പോഴേക്ക് റെഡിയാകും, വീട് നമുക്ക് കെട്ടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ പെണ്ണുങ്ങൾ പറയും, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് കുത്തിയിരുന്നോ? ആവും. എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കും. ഭാര്യ ഭർത്താവിനോട് പറയാൻ, നിങ്ങൾ ഇവിടെ കുത്തിയിരുന്നോ, അവര് ശരിയായിക്കോളും, അവരെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നിങ്ങൾ മാത്രം ഇങ്ങനെ ആക്ഷേപിക്കും, പിന്നെയും ആക്ഷേപിക്കും. കുറച്ചുകൂടി പറയുമ്പോ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്താ കാര്യം, നമുക്ക് എല്ലാവർക്കും അള്ളാഹിനോട് ദ്വാരക്കാം, അങ്ങനെ ദ്വാരന്നിരുന്നാ മതിയോ എന്നാ പിന്നത്തെ ചോദ്യം. എങ്ങനെയും വിടൂല, പെണ്ണുങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, അങ്ങനെ വിടൂല അവര്.
അങ്ങനെ പറഞ്ഞു കുറച്ചുകൂടി കടുപ്പത്തിലെങ്ങാനും ഇയാള് പറഞ്ഞു പോയാൽ ഈ പെണ്ണുങ്ങളെ കണ്ണ് നിറയും സുബ്ഹാനല്ലാഹ്, മൂക്ക് നിറയും, കരയാൻ തുടങ്ങും. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറം പോയി ഉറങ്ങിയ മക്കൾ ഉമ്മാന്റെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റ് വരും. അവര് കഥയൊന്നും അറിയില്ല. അവര് മനസ്സിലാക്കും ഉപ്പ ഇങ്ങനെ അടിച്ചിട്ടാൻ പറ്റാണ് ഉമ്മ കരയുന്നത്. സുബ്ഹാനല്ലാഹ്, ഉമ്മ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ കരയും. ആ കരയുന്നതിന്റെ ഇടയിൽ മക്കളും കരയും. ഉമ്മ മക്കളോട് പറയും, മക്കളെ നിങ്ങൾ എന്തിനാണ് എന്റെ പള്ളയിൽ ജനിച്ചു പോയത്? ഈ കഷ്ടപ്പാടിൽ വീഴാനല്ലേ? നിങ്ങൾ വേറെ ഏതെങ്കിലും ഉമ്മാന്റെ പള്ളയിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഉമ്മാന്റെ അർത്ഥം എന്താണെന്നറിയോ? ഉപ്പാന്റെ മകനായി ജനിച്ചത് എന്തിനാന്നായി ഉമ്മ ചോദിക്കാതെ ചോദിച്ചത്. എന്റെ പള്ളയിൽ നിങ്ങൾ എന്തിനാ ജനിച്ചത് എന്നാണ് ഈ ഉമ്മാന്റെ ചോദ്യം. ഇത് കേൾക്കുമ്പോ ഉമ്മയും മക്കളും നന്നായിട്ട് കരയുമ്പോ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, അധിക വീട്ടിലുള്ള പ്രശ്നമാണിത്. ഈ നിൽക്കണ മനുഷ്യനില്ലേ, പച്ച മനുഷ്യൻ, ഇയാൾക്കൊന്ന് കരഞ്ഞുകൂടാ? അയൽവാസികൾ കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് കരയാ, നിങ്ങളെ ഉപ്പയും ഉമ്മയും കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് കരയാ. അതേ സമയത്ത് വീട്ടുകാരനായ ചെറുപ്പക്കാരനില്ലേ, അല്ലെങ്കിൽ ഈ ഇടനിലക്കാരനില്ലേ, അല്ലെങ്കിൽ ഇടത്തരം പ്രായമുള്ള 19 വയസ്സുള്ള മനുഷ്യനില്ലേ, അല്ലെങ്കിൽ പ്രായമുള്ള മനുഷ്യനില്ലേ, ഇയാൾക്ക് മിണ്ടിക്കൂടാ, കരഞ്ഞുകൂടാ? കാരണം ഒരു വീട്ടിലെ ഉപ്പ കരഞ്ഞാൽ ആ വീട് എന്തിനു കൊള്ളാനാ? മുഴുവൻ ആളുകളും കരഞ്ഞാലും കരയാതിരിക്കണം. സിംഹത്തെ പോലെ പിടിച്ചു നിൽക്കണം, നെരി പോലെ പിടിച്ചു നിൽക്കേണ്ട ആളാണ് ഈ മനുഷ്യൻ. പുരുഷന് കരയാൻ പാടില്ല. ഭാര്യ കരഞ്ഞാലും മക്കള് കരഞ്ഞാലും ഉപ്പ കരഞ്ഞാൻ പാടില്ല. ഒരു വീട്ടിലെ ഉപ്പ കരഞ്ഞാ പിന്നെ ആ വീട് എന്തിനാ കൊള്ളുക? ഇത് മുഴുവനും കൽവിലിട്ട് നടക്കുന്ന മനുഷ്യൻ അതാ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ അറ്റാക്ക് വരുന്നു, കിടന്നു ഉറങ്ങുമ്പോ രാത്രി അങ്ങ് മരിച്ചു പോകുന്നു, പത്രം വായിക്കുമ്പോ കുഴഞ്ഞു വീഴുന്നു, സുബ്ഹാനല്ലാഹ് മണ്ണെടുക്കണ സമയത്ത് മരിക്കുന്നു, തോണിയിൽ പോകുമ്പോ കുഴഞ്ഞു വീഴുന്നു. എത്രയാണ് ആളുകൾ മരിച്ചു വീഴുന്നത്? അറ്റാക്ക് വരുന്നു. ഈ ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യം കൽബൊന്ന് ഇങ്ങനെ പെടപടച്ചിട്ട് ഒന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവന്റെ ഹാർട്ട് അടിച്ചു പോകുന്നു. അധിക വീട്ടിലും ഉപ്പമാരില്ല. ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ ഉമ്മ വിരോധിയായത് കൊണ്ട് പറയല്ല, ഇതിന്റെ ഹഖീഖത്ത് പറയുകയാണ്. അധിക വീട്ടിലും ബാപ്പമാരില്ല. ഉത്തരവാദിത്വം കൂടുതൽ നമ്മൾ കൊടുക്കുന്നതിന്റെ വകയിൽ ആയുസ് തീർന്നു പോവുകയാ. അതുകൊണ്ട് കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരോട്, ഉള്ളാളത്ത് സയ്യിദ് മദനി തങ്ങളെ ഹൗസിനെത്തിയ ഉമ്മമാരോട്, ഭർത്താക്കന്മാരെ ജീവൻ വരെ നമ്മുടെ കയ്യിലാണെന്ന് തിരിച്ചറിയണേ. ഭർത്താക്കന്മാർക്ക് സന്തോഷം കൊടുക്കണേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വരികയാണ്. യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ, തങ്ങൾക്കൊരു ഖിദ്മത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യട്ടെ എന്നാ ചോദ്യം. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, നിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ? അവള് പറയുന്നു, ഉണ്ട് നബിയേ, ഭർത്താവുണ്ട്. ഉടനെ തങ്ങളെ മറുപടി, ഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, നിശ്ചയം അവൻ മാത്രമാണ് നിന്റെ സ്വർഗം, നിശ്ചയം അവൻ മാത്രമാണ് നിന്റെ നരകം. ഓ ഉമ്മമാരേ, വടികുത്തി വളഞ്ഞു വരുന്ന മനുഷ്യനില്ലേ, അതാ താടിയും മുടിയൊക്കെ നരച്ചുപോയി, എല്ലുകൾക്ക് ബലക്ഷയം വന്നുപോയി, സ്കിന്നുകൾക്കെല്ലാം ചുളിവ് ബാധിച്ചു പോയി, കണ്ണ് കുഴിയിലിറങ്ങിപ്പോയി, വളഞ്ഞുപോയ പ്രായമുള്ള കാരണവരില്ലേ, നിങ്ങളെ ഭർത്താവെന്ന് പറയാൻ നിങ്ങൾക്ക് മാനക്കേട് തോന്നുന്ന മനുഷ്യനില്ലയോ? ഇന്നമാഹുവ ജന്നതുകി വനാറുകി, അവൻ മാത്രമാണ് നിങ്ങളുടെ സ്വർഗം, അവൻ മാത്രമാണ് നിങ്ങളുടെ നരകം. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ആൺമക്കളും പെൺമക്കളൊക്കെ അതിൽ പെടുമെങ്കിലും ആൺമക്കളാണ് കാര്യം, പെൺമക്കൾ അതിൽ പെടും. പക്ഷെ എന്നാലും പെൺമക്കളുടെ ഭർത്താവ്, ഭർത്താവുള്ള പെണ്ണ്, അവിടെ കാര്യമായ സ്വർഗവും നരകവും ഭർത്താവാണ്. അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണോ? ഭർത്താക്കന്മാരുടെ സന്തോഷം. നമുക്ക് ആഖിറത്തിൽ വിജയിക്കണോ? ഭർത്താക്കന്മാരുടെ സന്തോഷം. നമ്മുടെ കുടുംബം സന്തോഷമാകാൻ, ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയുണ്ടാകാൻ, ഏറ്റവും നല്ല കുടുംബ ജീവിതത്തിന് നമുക്ക് മാതൃക സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഞാൻ ആദ്യം ഓതിയ ആയത്തിന്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു ഞാൻ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് ഇണകൾ എന്ന് പറഞ്ഞു. ലിതസ്കുനു ഇലൈഹാ. പെണ്ണേ, നിങ്ങളിലേക്ക് അവൻ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് അത് തീരണം. ലിതസ്കുനു ഇലൈഹാ. നിങ്ങളിലേക്ക് സമാധാനത്തോടെ ചേരാനാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ ഇണകൾ ഉണ്ടാക്കിയതെന്ന് പരിശുദ്ധ ഖുർആൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ വല്ലാത്ത കാരുണ്യവും സ്നേഹവും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൽ, ആ മഹബത്തിലും മവദ്ദത്തിലും നല്ല കുടുംബ ജീവിതം. തെറ്റാത്ത, ചീത്ത പറയാത്ത, ഉപ്പയെ ചീത്ത പറയാത്ത, ഉമ്മയെ ചീത്ത പറയാത്ത, ഭർത്താവിന്റെ ഉപ്പയെ ചീത്ത പറയാത്ത, ഭാര്യന്റെ ഉമ്മയെ ഉപ്പയെയും ചീത്ത പറയാത്ത നല്ല മനുഷ്യന്മാരാവുക. പരസ്പരം കേൾക്കുന്നവരാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യനെയും ഭർത്താവിനെയും കേൾക്കുന്നവരാവുക. നല്ല സ്വഭാവത്തിൽ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല കുടുംബ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ തയ്യിബൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സയ്യിദ് മദനി തങ്ങളെ ചാരത്താണ്. അല്ലാഹുവേ, താജുൽ ഉലമ ഇരുന്ന സ്റ്റേജാണിത്. അല്ലാഹുവേ, മഹാന്മാര് ധാരാളം വന്നുപോയ സ്ഥലമാണ്. അവരെല്ലാം ബറക്കത്ത് കൊണ്ട് സാധുവായ എനിക്കും ഇവിടെ കൂടെ ഉള്ളവർക്കെല്ലാം നീ ഖബൂലിയത്ത് നൽകണം റഹ്മാനെ. ഇന്ന് വരെ ഈ ഉമ്മത്തിൽ പ്രത്യേകിച്ച് ഈ സ്റ്റേജിലും വാള് പറഞ്ഞ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വാളും സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം റഹ്മാനെ. തവാളു നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. കുടുംബജീവിതം റാഹത്താക്കണം റഹ്മാനെ. എന്റെ ഭാര്യന്റെ ഉമ്മാമ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. നമ്മുടെ ഹനീഫ് ഹാജിന്റെ നേതൃത്വത്തിൽ നല്ല റാഹത്ത്, ശിഹാബ് തഖാഫിസ്ഥാന്റെ നേതൃത്വത്തിൽ നല്ല റാഹത്തുള്ള കമ്മിറ്റി അൽഹംദുലില്ലാഹ് നമ്മുടെ നാടൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. അവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നമ്മുടെ കണച്ചൂർ ഹാജി അടക്കം അല്ലാഹുവേ, ധാരാളം ഉമറാക്കൾ, അതുപോലെ ധാരാളം മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉസ്താദുമാര്, സാധാരണക്കാര്, മദനി കോളേജിൽ പഠിക്കുന്ന മക്കളടക്കം, മുതഅല്ലിമീങ്ങളടക്കം അല്ലാഹ് ഇവിടെ വന്നു പോകുന്ന പരിശുദ്ധരായ മഹാനവറുകൾ സിയാറത്തിനെത്തുന്ന സായിരീങ്ങളടക്കം ഈ സദസ്സിലുള്ളവർ, ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരുമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ആരൊക്കെ ഏതൊക്കെ നാട്ടിലുണ്ടോ അല്ലാഹ് അവർക്ക് എല്ലാവർക്കും ഖൈറു ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് നീ സുരക്ഷ നൽകണം റഹ്മാനെ. രാജ്യത്തിന്റെ ശത്രുക്കളെ നശിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്സത്ത് നൽകണം റഹ്മാനെ. ആളുകൾ ഹജ്ജിന് പോകുന്ന സമയമാണ്. ഹാജിമാർക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. കുടുംബസമേതം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകണം റഹ്മാനെ. മുത്തായ തങ്ങളെ കാണിച്ചു തരണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി തിരിച്ചു വിളിക്കണം റഹ്മാനെ. ഹിസാബില്ലാതെ, നരകം തൊടാതെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ ലിഖാ തരണം റഹ്മാനെ. എന്റെ അഭിവന്യരായ ഉസ്താദ് ശൈഖുന കാടാച്ചർ ഉസ്താദ് മദനിയാണ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനെ. ഇവിടെ പഠിച്ചതാണ് അല്ലാഹു. അതുപോലെ അവിടുത്തെ അനുജൻ അബ്ദുറഹീം മദനി ഉസ്താദിന്റെ ആണ്ടിന്റെ 1ാമത്തെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ ജലാലിയന്റെ ശൈഖ്, മഹാനായ ശൈഖ് ശുഐബ് ആലം തങ്ങളുടെ ആണ്ടിന്റെ സമയമാണ്. അവരെ ദറജ ഏറ്റി കൊടുക്കണം റഹ്മാനെ. റബ്ബന അഹ്മദ് സഖാഫി ഉസ്താദ് അല്ലാഹുവേ, ഇവിടുത്തെ പ്രിൻസിപ്പൽ സുഖമില്ലാതെ ഹോസ്പിറ്റലാണുള്ളത്. അല്ലാഹുവേ, ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. രോഗികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആഫിയത്ത് നൽകി മഖൂഫായ രോഗങ്ങൾ വരാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഞങ്ങളെ സ്ഥാപനത്തിൽ ഹസനിയ അക്കാദമി, അവിടുത്തെ മദ്രസയിൽ 5ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയ ഒരു മകൻ അല്ലാഹ് 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഹിദാസ് എന്ന് പറയുന്നൊരു പൊന്നുമകൻ, 11 വയസ്സ്, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, മൂത്ത പെൺകുട്ടി ഇന്നലെ SSLC റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ വിഷയത്തിൽ A+ കിട്ടിയ പൊന്നുമോള് ഹിബ മറിയം, അവളാണ് മജ്ജ കൊടുക്കുന്നത്. അല്ലാഹുവേ, 2 പേർക്കും പൂർണ്ണമായ ആഫിയത്ത് നൽകി. ഉസ്താദുമാരുടെ കുടുംബമാണ്, ഒരു അമാനിയുടെ മകളാണ്. അല്ലാഹുവേ, ആ കുടുംബത്തിനും പൂർണ്ണ സന്തോഷവും സമാധാനവും നൽകണം റഹ്മാനെ. എന്റെ ദർസിൽ പഠിച്ചിരുന്ന എരുമാട് നൗഫല്, സക്കരിയ എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ ബാപ്പ മുഹമ്മദ് ക ഇന്ന് മരണപ്പെട്ടതായി അവർ വിളിച്ചു പറഞ്ഞു. അല്ലാഹുവേ, ആ മുഹമ്മദ് കാക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. ഹിസാബില്ല
ഇല്ലാതെ അവരെ ഞങ്ങളെല്ലാം മഹാന്മാരെ കൂടെ സയ്യിദ് മദനി തങ്ങളെ കൂടെ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ബാബ തങ്ങളെ കൂടെ അവരെ ഉസൂൽ ഖുറല്ല മഹാന്മാരുടെയും കൂടെ താജുൽ ഉലമയുടെ കൂടെ ബഹുമാനപ്പെട്ട താഴക്കോട് ഉസ്താദിന്റെ കൂടെ ബാബ ഉസ്താദിന്റെ കൂടെ തങ്ങൾ ഉസ്താദിന്റെ കൂടെ ഇവിടുത്തെ എല്ലാ മഹാന്മാരായ മുൻകഴിഞ്ഞ ഉസ്താദുമാരുടെയും കൂടെ ഞങ്ങളെ സനദിലുള്ള മഹാന്മാരുടെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ ലിഖാ തരണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറാഫഖ തരണേ അല്ലാഹ്. ഈ സദസ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന സദസ്സാക്കാതെ ദഅവത്തിന്റെ വഴിയിൽ കണ്ടുമുട്ടാനുള്ള ഇടം തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. ആരാണ്